നമസ്കാരം, സ്വാഗതം. കൗണ്ട് ഡൗൺ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 13-13.5 മണിക്കൂർ മാത്രമാണ് മാക്സിമം ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇത്രയും കാലം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്താകും എന്നറിയാൻ ഉറ്റുനോക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ മനസ്സ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ മാത്രമല്ല, കേരളത്തിലെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നറിയാൻ എല്ലാവരും ഉറ്റുനോക്കുന്നു. കേരളത്തിൽ പഴയ സ്ഥിതി, ഒരു UDFന്റെ ഡോമിനേഷൻ ആവർത്തിക്കപ്പെടാൻ പോവുകയാണോ കേരളത്തിൽ, അതോ LDF ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ പോകുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. BJP ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു എന്ന് മാത്രമല്ല, 1, 2, 3 സീറ്റ് വരെ BJP നേടിയേക്കാമെന്ന പ്രവചനം ദേശീയ ചാനലുകളും ഏജൻസികളും ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ സാധ്യത എന്തുമാത്രമാണ്? നാളെ പുലരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് ദൃശ്യമായി വരിക എന്നതുകൂടി നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം ഈ സമയത്ത് നമ്മൾ വളരെ വിശദമായി പരിശോധിച്ചു. ഇന്നിപ്പോൾ എന്തായിരിക്കും കേരളം എഴുതി വെച്ചിട്ടുണ്ടാവുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതിനെക്കുറിച്ചുള്ള അവസാനവട്ടത്തെ ചില വിചാരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെയുള്ള ശ്രീ വിനോദ് കൃഷ്ണ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ശ്രീ രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PT നാസർ, മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര, M പ്രകാശൻ, CPIM-ൽ നിന്ന് BJP നേതാവ് ശ്രീ BG വിഷ്ണു എന്നിവരാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തു വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും UDFന്റെ ഒരു മേൽക്കൈ പ്രവചിക്കുന്നതാണ്. UDF പഴയ നില ആവർത്തിക്കും, ഒരു UDF തരംഗം തുടരും എന്നതാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത് എന്ന് കാണാം. അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ അങ്ങനെയാണ് പറയുന്നത്. ഇത്തവണത്തെ എക്സിറ്റ് പോളുകളുടെ ഒരു കൗതുകം, കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ പോകുന്നു എന്ന പ്രവചനം മുന്നോട്ട് വെക്കുന്നു എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളും ഒരു നിലയ്ക്കും BJP ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല, ഒരു മണ്ഡലത്തിലും വിജയിക്കാൻ പോകുന്നില്ല എന്ന അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോൾ ദേശീയ ഏജൻസികൾ കേരളത്തിൽ BJP ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നു എന്ന പ്രവചനം മുന്നോട്ട് വെക്കുന്നു. വെട്ടം നോക്കിയാലേ, ടൈംസ് നൗ ETG സർവേ പറയുന്നത് കേരളത്തിൽ 15 സീറ്റ് വരെ UDF നേടുമെന്നാണ്. LDFന്റെ പരമാവധി നേട്ടം 4-ൽ എത്തിച്ചുരുങ്ങും. NDA 1 സീറ്റ് നേടിയേക്കാം എന്നതാണ്. അപ്പം NDA BJP ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് 1 അവർ പറയുന്നത്. വോട്ട് ഷെയർ അവരുടെ പ്രവചനം UDF 46% വരെ വോട്ട്, LDF 32%, NDA 18% വോട്ട് എന്നാണ് അവരുടെ പ്രവചനം. ABP സി വോട്ടറിന്റെ പ്രവചനം എന്താണ്? UDF ഇവിടെ 19 സീറ്റ് വരെ നേടിയേക്കാം. എന്ന് വെച്ചാൽ 2019 ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ABP സി വോട്ടർ പറയുന്നത്. 41.9% വോട്ട് നേടിക്കൊണ്ടായിരിക്കും ആ തുടർച്ച എന്നതാണ് സി വോട്ടറിന്റെ പ്രവചനം. LDFന് ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്ന് സി വോട്ടറിനെ ഇപ്പോൾ ഏജൻസി പ്രവചിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 33.3% വോട്ട് സമാഹരിക്കാൻ LDFന് കഴിയുമെങ്കിലും സീറ്റ് സമാഹരണത്തിൽ അവർ പരാജയപ്പെടാൻ പോകുന്നു. പകരം അവിടെ 1 മുതൽ 3 വരെ സീറ്റ് നേടാൻ പോകുന്നത് BJP NDA ആണ് എന്നതാണ് അവരുടെ പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം 17 മുതൽ 18 വരെ സീറ്റ് UDF നേടുന്നതാണ്. LDFന്റെ മാക്സിമം സമാഹരിക്കാൻ കഴിയുന്നത് ഒരൊറ്റ ഒരു സീറ്റായിരിക്കും. കഴിഞ്ഞ തവണ നമുക്കറിയാം ആലപ്പുഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. NDA 2 മുതൽ 3 വരെ സീറ്റ് നേടുമെന്നതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. അവരുടെ വോട്ട് ഷെയറിന് കണക്ക് നോക്കിയാൽ 41% വോട്ട് UDFും, LDF 29%, NDA 27% വോട്ട് നേടും എന്നതാണ് പ്രവചനം. ഇന്ത്യ TV CNXന്റെ പ്രവചനം നോക്കിയാൽ, ഇന്ത്യ TV CNXന്റെ പ്രവചനത്തിൽ പറയുന്ന UDF 13 മുതൽ 15 വരെ സീറ്റുകൾ, UDFന് പരമാവധി സമാഹരിക്കാൻ കഴിയുന്നത് 15 സീറ്റുകളാണ്. LDF 5 സീറ്റ് വരെ നേടിയേക്കാം. ഒരുപക്ഷെ അത് 15-5 അവസാനിക്കാൻ സാധ്യതയുണ്ട്. അതർവൈസ് NDA 1 മുതൽ 3 വരെ സീറ്റ് നേടിയേക്കാം എന്നതും അവരുടെ പ്രവചനത്തിൽ വരുന്നു. അപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും NDAയുടെ ഒരു തുടക്കം ഇതാ ഇവിടെ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. TV9 അവരുടെ സർവേയിൽ പറയുന്നത്, അവരുടെ എക്സിറ്റ് പോൾ പറയുന്നത് UDF 16 സീറ്റും, LDF 3 സീറ്റും, NDA 1 സീറ്റും നേടുന്നതാണ്. ഇന്ത്യ സഖ്യം ഇവിടെ 59.36%, NDA 23% വോട്ട് നേടും എന്നതാണ് പ്രവചനം. അപ്പോൾ ഈ കേരളത്തിൻ്റെ വിധിയെക്കുറിച്ച് നോക്കുമ്പോൾ കേരളത്തിലൊരു UDFന്റെ മേൽക്കൈ ആവർത്തിക്കാൻ പോവുകയാണോ എന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പൊതുവെ ആളുകൾ അത് പ്രതീക്ഷിച്ചു. കാരണം ഒരു ദേശീയ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഒരു പ്രോമിനൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ആളുകൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ BJP ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് മാത്രമല്ല, 1-ലധികം സീറ്റുകൾ നേടാൻ പോകുന്നു എന്നത് ആളുകൾ വളരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മളത് നോക്കുകയാണ്. ഇപ്പോൾ BJPക്കാരോട് ചോദിക്കുമ്പോൾ BJPക്കാർ പറയുന്നത് ഏതൊക്കെയാണ്? തിരുവനന്തപുരത്ത് അവർ ജയിക്കാൻ പോവുകയാണ്, തൃശ്ശൂരിൽ അവർ ജയിക്കാൻ പോവുകയാണ്, V മുരളീധരൻ എന്ന് പറയുന്ന അവരുടെ VIP കാൻഡിഡേറ്റ് മത്സരിച്ച ആറ്റിങ്ങൽ അവർ ജയിക്കാൻ പോവുകയാണ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇന്നലത്തെ എക്സിറ്റ് പോൾ ഡിസ്കഷനിൽ നമ്മൾ കണ്ട പോലെ രാജ്യത്താകമാനം മോദി തരംഗം ഉണ്ടെന്നാണ്. ആ മോദി തരംഗത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ കൂടി BJP അഭിമാനകരമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണോ
എന്ന് നോക്കാം. അപ്പോൾ അവരുടെ ആദ്യത്തെ മണ്ഡലങ്ങളൊന്നായ ആറ്റിങ്ങലിലേക്ക് പോകണം. ആറ്റിങ്ങലിൽ എന്താ സംഭവിക്കുന്നത്? അതിന് മുമ്പ് രാജഗോപാൽ സാറിന് എന്താണ് തോന്നുന്നത്? ഇന്ത്യയിലാകമാനം ഒരു BJP ട്രെൻഡ് ഉണ്ടെന്ന് BJP അവകാശപ്പെടുന്നു. ചില ചാനലുകളും ഏജൻസികളും അങ്ങനെ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് കേരളത്തിൽ കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു തരംഗം, മോദി തരംഗം ഉണ്ടെങ്കിൽ അത് കേരളം പലതവണ പിടിച്ചു നിന്നുള്ള തീർച്ചയാണ്. പക്ഷേ എത്ര നാൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുക. ഞാൻ ബംഗാളിൽ കണ്ട എക്സാമ്പിളാണ്. അതായത് 2 സീറ്റിൽ നിന്ന് 76 സീറ്റിലേക്ക് പോയ നിയമസഭാ സീറ്റ്, ഒരു സീറ്റും ഇല്ലാതെ നിന്ന് 19 സീറ്റിൽ ഓവർനൈറ്റ് പോകുന്ന പോലെ. അപ്പോൾ അതുപോലെ എത്ര നാൾ പിടിച്ച് കേരളം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല, എന്നെ ഈ ഇലക്ഷനിൽ വിഷമിപ്പിച്ചൊരു കാര്യം, ഞാൻ കേരളത്തിൽ പലയിടത്തും സഞ്ചരിച്ചപ്പോൾ കേരളത്തിൽ ഈ ഇലക്ഷൻ ഒരു ദേശീയ ഇലക്ഷനായിട്ടല്ല പല പാർട്ടികളും പോരാടിയത്. ഇവിടുത്തെ ഒരു ലോക്കൽ ഇലക്ഷൻ പോലെയോ പഞ്ചായത്ത് ഇലക്ഷൻ പോലെയോ, ഞാൻ അവിടെ ബസ് സ്റ്റോപ്പ് വെച്ചു, ഇവിടെ തുറമുഖം കൊണ്ടുവന്നു, അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ പറയേണ്ട ഒരു ഇലക്ഷൻ അല്ല. ഇത് നിലപാടുകളുടെ ഒരു ഇലക്ഷനായിരുന്നു. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച അതാണ്. അതേസമയം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി ഉത്തർപ്രദേശ് പോലെ, നമ്മൾ പലപ്പോഴും കേരളത്തിലുള്ളവർ കളിയാക്കും, ഉത്തർപ്രദേശിലുള്ള രാഷ്ട്രീയം അറിയില്ല, അവർ മറ്റേ വിദ്യാഭ്യാസമില്ല. പക്ഷേ ഉത്തർപ്രദേശിലൊക്കെ വളരെ രാഷ്ട്രീയം, എല്ലാവരും വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് ഇലക്ഷൻ പോരാടിയത്. അപ്പോൾ ഇതൊരു നമ്മളൊരു ദേശീയ ഇലക്ഷൻ അല്ലാത്ത രീതിയിൽ കണ്ടാൽ എനിക്ക് ദേശീയ ഇലക്ഷനായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP ഒരു പടർച്ച ഉണ്ടെങ്കിൽ കേരളത്തിന് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അതൊരു പക്ഷേ നീട്ടിവെക്കാൻ കഴിഞ്ഞേക്കും. ബട്ട് അത് സംഭവിക്കും, അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിനോദ് കൃഷ്ണ, ആദ്യത്തെ ഒരു മണ്ഡലം എടുക്കാം, തിരുവനന്തപുരം. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 3 മണ്ഡലങ്ങളിലൊന്ന് ഉറപ്പായിട്ടും തിരുവനന്തപുരമാണ്. അവിടെ ആ നിലയ്ക്കുള്ള വലിയ പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, BJPയെ സംബന്ധിച്ച് അവർക്ക് സാധ്യതയുള്ള വർക്ക് ചെയ്യാൻ ഗ്രൗണ്ടുള്ള ഒരു മണ്ഡലമാണ്. ഒപ്പം പണത്തിൻ്റെയും പലതരത്തിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഡെമോഗ്രഫിയെ അവർക്ക് ഒപ്പിച്ച് പരിവപ്പെടുത്താൻ സമവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. സോ BJP തിരുവനന്തപുരത്ത് പ്രതീക്ഷ വയ്ക്കുന്നത് എന്തുമാത്രം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്, സാധ്യതയുള്ളതാണ് തോന്നുന്നത്? കേരളത്തിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിയും എടുത്താൽ കാരണം കുറേ വർഷങ്ങളായിട്ട് BJPക്ക് ഏറ്റവും എന്താ പറയുക അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം വളരെ മുമ്പ് തന്നെ അവിടുത്തെ ലോക്കൽ രാജ മത്സരിക്കുന്ന മുതൽ പിന്നീട് കഴിഞ്ഞ ഇലക്ഷൻ വരെ സാമാന്യം ബെറ്റർ പെർഫോമൻസ് ഒരു സോളിഡ് ബേസുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ ശശി തരൂർ എന്നൊരു കാൻഡിഡേറ്റിന് ഉണ്ടാകുന്നൊരു ജനസമ്മതി മറികടക്കാൻ മറ്റ് കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും കഴിഞ്ഞ 4 ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല, അല്ല കഴിഞ്ഞ 3 ഇലക്ഷനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നോക്കുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടൊരു കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. എന്നാൽ പോലും എനിക്ക് സംശയമാണ് തരൂരിന് മറികടക്കാൻ മാത്രം ശക്തമാണോ ഇതിനകത്തൊരു BJPയുടെ കേരളത്തിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, BJPക്ക് ഒരു വിന്നബിലിറ്റി ഉണ്ടെന്ന് തോന്നാത്തതാണ് BJPയുടെ ശാപമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഇത് അയാൾ ജയിക്കാൻ പോവുകയാണ്, BJP ഇവിടെ ഒരു എഡ്ജ് എടുക്കാൻ പോവുകയാണെന്ന് തോന്നിയാൽ BJPക്ക് വോട്ട് ചെയ്യാൻ മനസ്സുമായി നടക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള നാടാണെന്ന്. ആ വിന്നബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ BJPക്ക് തിരുവനന്തപുരം? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോടൊക്കെ തന്നെ ഒരു പുതിയ വളരെ ഒരു ഭാവിയിൽ ഒരു മിനിസ്റ്ററാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പിന്നെ അതൊരു ടെക്കിയാണ് വരുന്നത്. പുതിയ യങ് ജനറേഷനൊക്കെ തന്നെ ആകർഷിക്കാൻ പറ്റിയ കാൻഡിഡേറ്റാണ്. എന്നാൽ പോലും തരൂരിൻ്റെ പോപ്പുലാരിറ്റി മറികടക്കാൻ മാത്രം ശക്തമാണെന്ന് തോന്നിയില്ല. ഒരു ചെറിയ പ്രധാന കാരണം കൂടെയുണ്ട്. BJP ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ മിക്കവാറും ഒരു സീറ്റ് പറയുന്നുണ്ട്, പക്ഷെ അത് അധികം ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂരിനെയാണ്. വളരെ മുമ്പ് തന്നെ പ്രവർത്തനം തുടങ്ങി. ഇദ്ദേഹത്തിന് മാതിരി ഏതാണ്ട് 1 കൊല്ലം മുമ്പ് തന്നെ നമുക്കറിയാം സുരേഷ് ഗോപിയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ വൈകിയാണ് നമുക്ക് ഇങ്ങനത്തെ കാൻഡിഡേറ്റ് വരുന്നത് അറിയുന്നത്. കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താൻ നമുക്ക് സമയം എടുക്കുകയുണ്ടായി. വന്നോടത്തിന് ആർക്കും അറിയണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇത്രത്തോളം ശക്തമായിട്ട്. പല കാൻഡിഡേറ്റ്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. നിർമ്മലാ സീതാരാമൻ മത്സരിക്കുന്നു, പ്രൈം മിനിസ്റ്റർ മോഡി തന്നെ മത്സരിക്കുന്നൊക്കെ ആദ്യം കേട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നു, ഇദ്ദേഹം വരുന്നു. പക്ഷേ തുടക്കത്തിലൊരു ചെറിയൊരു പിന്നെ തോന്നിയിരുന്നെങ്കിലും എന്ന് വെച്ചാൽ നഗരത്തിന് പുറത്തേക്ക് അങ്ങനെ ഒരു ജെല്ലാകാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കണം. അതെ, തുടക്കത്തിലായിരുന്നില്ല. പക്ഷെ പിന്നീട് അവസാന ഘട്ടത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. തരൂരായിട്ടുള്ള ഗ്യാപ്പ് വന്നേ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജയിക്കും എന്ന കാര്യത്തിൽ, തരൂരിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മിനാസർക്ക് എന്താണ് തോന്നുന്നത് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ? ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷവും നമ്മൾ അവിടുന്ന് കേട്ടിരുന്നത്, രാജീവ് ചന്ദ്രശേഖർ വന്നു എന്ന് പറയുമ്പോഴും കേൾക്കുന്നത് LDFനും UDFനും ശക്തമായ സ്ഥാനാർത്ഥികളുണ്ട്, വളരെ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്, അതുകൊണ്ട് ഘട്ട മത്സരം നടക്കുന്നു എന്ന് തന്നെ. പിന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രശ്നം, ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഏജൻസികളെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് സ്വന്തം PR ടീം മാത്രമല്ല സ്വന്തം വർക്കേഴ്സ് ടീം പോലും അങ്ങനെ തന്നെയായിരുന്നു. അവരെ കൊണ്ടുവന്ന് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് അവർ ചെയ്യുന്നു. ഇപ്പോൾ BJP നേതാക്കളുടെ നല്ലൊരു ശതമാനം ആളുകളും, മണ്ഡലത്തിലുള്ള നല്ലൊരു ശതമാനം BJP നേതാക്കളും ആറ്റിങ്ങലായിരുന്നു. വളരെ കുറഞ്ഞ നേതാക്കൾക്ക് മാത്രമേ ഇവിടെ ഇതുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ചെയ്തത് കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ കൊണ്ടുവരുന്ന, ഏതാണ്ട് ഒരു ദിവസം 2 പേര് വെച്ചിട്ട് അതും
തിരുവനന്തപുരം നഗരത്തിൽ ഈ പഴയ കോർപ്പറേഷൻ മെമ്പർമാരായ കോൺഗ്രസ്സുകാരെ മുഴുവൻ കൊണ്ടുവരാന്ന്. അത് ഞാൻ അറിഞ്ഞിടത്തോളം അവരോട് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ മതി, ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളതാണ്. അത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇത് അവിടെ ഉണ്ടാക്കിയെങ്കിലും അവർക്കും പിന്നെ ബി ജെ പിക്ക് തന്നെ അത് വിജയിക്കുമെന്ന് അത്ര വലിയൊരു ഉറപ്പുള്ള മണ്ഡലമല്ല. ബി ജെ പിയുടെ ഒരു കൃത്യമായ ഒരു ഇന്നർ കണക്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അവർ തിരുവനന്തപുരം സെൻട്രൽ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് 4 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടും. ഈ 4 മണ്ഡലങ്ങളിൽ കിട്ടുമെന്ന് പറഞ്ഞ ഭൂരിപക്ഷം തന്നെ ഏതാണ്ട് 50,000-നും 60,000-നും ഇടയിലാണ്. അതിൽ നിന്ന് വേണം ബാക്കി 3 മണ്ഡലങ്ങളിൽ ഈ ശശി തരൂരിന് കിട്ടുന്ന ഭൂരിപക്ഷം കുറയാൻ. അങ്ങനെ കുറഞ്ഞാൽ ഏതാണ്ട് ഒരു 25,000 വോട്ടിന് ജയിച്ചാൽ ജയിക്കും എന്ന് മാത്രമേ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സാധ്യതയെ പറ്റി പറയാൻ പറ്റുള്ളൂ. യെസ്, ശ്രീ അനിൽ അക്കര കോൺഗ്രസ് നേതാവ് നമ്മുടെ കൂടെ ഉണ്ട്, ശ്രീ എം പ്രകാശൻ CPI-ൽ നിന്നും. ശ്രീ അനിൽ അക്കര, തിരുവനന്തപുരം ശരിയാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, പക്ഷേ ബി ജെ പി വളരെ പ്രായോഗിക ബോധത്തോടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു അവിടെ എന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് വളരെ രസകരമായ കാര്യം, തിരുവനന്തപുരത്തെ BJP-യുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് ഇത്തവണ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, അടുത്ത തവണ നോക്കാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കാരണം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി തന്നെ പരാജയപ്പെടും എന്ന് പറഞ്ഞ ഒരു നിയോജകമണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശശി തരൂരിൻ്റെ പോപ്പുലാരിറ്റി നേരത്തെ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യരായ പാനലിസ്റ്റുകൾ പറഞ്ഞത് മുഴുവൻ നമ്മൾ കേട്ടതാണല്ലോ. ശശി തരൂരിൻ്റെ പോപ്പുലാരിറ്റി തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല, രാജ്യത്തിനും അകത്ത് പുറത്തും ഒരു വളരെ സമ്പന്നനായ, വിദ്യാസമ്പന്നനായ, ജനകീയമായി വളരെയേറെ അടുപ്പമുള്ളൊരു സ്ഥാനാർത്ഥി മത്സരിക്കും. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വലിയ ടാക്സ് തന്നെയാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ BJP-യുടെ വിജയസാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ വിജയസാധ്യതയും അല്ലെങ്കിൽ വിജയം അവർക്ക് നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം തെളിയിച്ചൊരു നിയോജനം കൂടിയാണല്ലോ ഈ തിരുവനന്തപുരത്തെ നിയമം എന്ന് പറയുന്നത്. അവർക്ക് ആദ്യമായി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ഒരു എൻട്രി കിട്ടിയത് നേമത്താണ്. ശ്രീ O. രാജഗോപാൽ അവിടുന്ന് നിയമസഭാംഗമായതാണ്. ആ നിയമസഭാംഗമായ രാജഗോപാലിൻ്റെ ആ സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടാക്കാൻ കേരളത്തിലെ 2 മുന്നണികൾക്കും സാധിച്ചു. BJP-യെ പരാജയപ്പെടുത്താൻ കേരളത്തിനും കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ മറ്റ് നിയോജകമണ്ഡലങ്ങളാണെങ്കിലും ഒക്കെ BJP-യെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJP-യെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് കേരളം എല്ലാ ഘട്ടത്തിലും പോയിട്ടുണ്ട് എന്നതാണ് നേമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ BJP-യുടെ ഒരു വിജയസാധ്യത അത് കേരളത്തിൽ എത്രത്തോളം കാലം അവർക്ക് അത് എന്നുള്ള ചോദ്യമൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടും സോഷ്യൽ എഞ്ചിനീയറിങ്ങും കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുമൊക്കെ അതൊരു കാരണവശാലും ഈ BJP എന്ന് പറയുന്ന ഒരു വർഗീയ ചിന്തയിലൂടെ കടന്നു പോകുന്ന പാർട്ടിക്ക് ഒരു എൻട്രി കിട്ടുക എന്നുള്ളത് ഒരിക്കലും തിരുവനന്തപുരത്ത് വിജയിക്കാൻ പോകുന്നില്ല, BJP-ക്ക് ഒരു എൻട്രി കൊടുക്കാൻ തക്കവണ്ണം പരുവപ്പെട്ട് കഴിഞ്ഞിട്ടില്ല കേരളം എന്നാണ്. ശ്രീ എം പ്രകാശൻ, തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ BJP വിജയിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. BJP-യുടെ സംസ്ഥാന കോർ കമ്മിറ്റി അവർ ജയിക്കുമെന്ന് വിലയിരുത്തിയിട്ടുള്ള സ്ഥലം അതാണ്. ഇന്നലെ കേരളത്തിലെ ഒരു ചാനൽ പുറത്തുവിട്ട സർവേയിൽ, എക്സിറ്റ് പോളിൽ പോലും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ 30% വോട്ടുമായിട്ട് വിജയിക്കും, രണ്ടാം സ്ഥാനത്ത് വരും, 35% വോട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്ത് വരും എന്നാണ് പ്രവചനം. നമ്മളിപ്പോൾ ഒരു അവസാന മണിക്കൂറിലാണ്. ഇപ്പോൾ കേവലാവകാശവാദങ്ങൾക്ക് സത്യത്തിൽ വലിയ പ്രസക്തിയില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. ഇതിനകത്ത് തരൂറും BJP കാൻഡിഡേറ്റും തമ്മിലാണ് മത്സരം ഉണ്ടായത് അവിടെ എന്ന സംഗതി നിങ്ങളിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? അതിനകത്ത് തരൂർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് പോവുകയാണ് എന്ന്. ഇതിൽ കേരളത്തിൻ്റെ ഒരു സവിശേഷത, ഇവിടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും അവർക്ക് വ്യക്തമായ നിലക്കുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെമ്പാടും BJP വലിയ നിലയ്ക്ക് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും മുന്നേറിയപ്പോഴും കേരളത്തിൽ അവർക്ക് വിജയിച്ച് കയറാനാവാത്തത് എന്നുള്ള മൗലികമായ പ്രശ്നത്തിൽ നിന്ന് അടർത്തി മാറ്റി തിരുവനന്തപുരത്തെയോ തൃശ്ശൂരിനെയോ സംബന്ധിച്ച് പരിശോധിച്ചാൽ ശരിയാവില്ല. ഇവിടെ എന്താണ് BJP എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ജനതയാണ് കേരളത്തിൽ. ഇപ്പം നേരത്തെ 15% ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് അത് കുറഞ്ഞ് 12% ആകാൻ കാരണം എന്താ? നേമത്ത് രാജഗോപാൽ ജയിച്ച സ്ഥാനത്ത് പിന്നീട് ഒരിക്കലും ജയിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിലേക്ക് എങ്ങനെയാണ് BJP എത്തിച്ചേർന്നത്? അത് ഇന്ത്യ രാജ്യത്ത് BJP-യുടെ ഗവൺമെൻറ്
ഭരണാധികാരത്തിൽ നിന്നുകൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് കേരളത്തിന് മനസ്സിലാക്കാനായി എന്നുള്ളതിന് കൂടി പ്രതിഫലമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തിരുവനന്തപുരം അടക്കം BJPക്ക് ജയിക്കാൻ വേണ്ടി കഴിയും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. പിന്നെ രാജ്യത്തുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ഈ പ്രഖ്യാപിച്ചിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ആരുടെ പക്ഷത്തായിരുന്നു? അവരെല്ലാവരും ഏതാണ്ട് അവരുടെ പക്ഷം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, BJPയുടെ ഗവൺമെൻറ് വരണം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വരിക എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തിരുന്നല്ലേ ഈ മാധ്യമങ്ങളെല്ലാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ ഇന്ത്യ സഖ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് ചില ഗൗരവമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? 76 വർഷത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ എക്സിറ്റ് പോളുകളെ പോലും രാഷ്ട്രീയമായിട്ട് അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ ഇന്നലെ പോയിട്ട് ഇവർ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് മാർഗമെന്നതിനെ സംബന്ധിച്ച് ഉന്നയിച്ച കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉന്നയിക്കേണ്ടി വരുന്നത്? തെരഞ്ഞെടുപ്പ് മെഷീനറി ഇതുപോലെ പക്ഷപാതപരമായി പ്രവർത്തിച്ച മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? വളരെ വ്യക്തമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ പറയുന്നു, മതത്തെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് വലിച്ചിറക്കാൻ പാടില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അക്കാര്യത്തെ ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നപ്പോൾ എത്രയേറെ പരാതികൾ ഇന്ത്യക്കകത്ത് മുന്നോട്ടേക്ക് വന്നു. പക്ഷേ അത്തരം ഒരു പരാതികളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ ഇല്ല. എന്നാൽ ഇവിടെ മറ്റേതെങ്കിലും പാർട്ടിക്ക് പ്രതിപക്ഷത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെറിയ പരാതികൾ ഉണ്ടായാൽ എത്ര നിർലജ്ജമായിട്ടാണ് കമ്മീഷൻ ഇടപെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് ഉന്നയിക്കേണ്ടി വന്നത്. നിങ്ങൾ ഈ വോട്ടെണ്ണൽ കൃത്യമായ നിലക്ക് അതെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കണം. അതുപോലെ തന്നെ ഓരോ ബൂത്തിലെയും പ്രത്യേക കണക്കുകൾ വെക്കണം. ഞാൻ സംസാരിച്ചത് തിരുവനന്തപുരത്തെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് താങ്കളിപ്പോൾ ആ തുടക്കത്തിൽ പറഞ്ഞു കേരളം BJPക്ക് പരുവപ്പെട്ടിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്തെ കുറിച്ച് മാത്രമാണ്. തിരുവനന്തപുരത്തിന് മാത്രം കാര്യം എടുത്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തുമാത്രമാണെന്ന് ചോദിക്കുക. എല്ലാവരും സംസാരിക്കുന്നത് തരൂരും രാജീവും തമ്മിലുള്ള മത്സരത്തിൽ തരൂർ ഇതാ ഒരു നാരോ എഡ്ജിൽ ജയിക്കാൻ പോകുന്നു എന്നാണ്. അവിടെ നിങ്ങളൊരു ഒരു അത്ഭുതം കാണിക്കാൻ പോകുന്നുണ്ടോ? ആ അവകാശവാദം ഈ മണിക്കൂറിൽ ഉന്നയിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരക്കാർക്ക് അറിയാത്തതല്ലോ. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും എല്ലാം കൃത്യമായ നിലക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നേരിട്ടറിയാം. അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് നല്ലതുപോലെ ജയിച്ചു കയറാൻ ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ശരി ശരി ശരി. BG വിഷ്ണു BJPയിൽ നിന്ന്. BG വിഷ്ണു, നിങ്ങൾ തിരുവനന്തപുരത്ത് ഏതൊക്കെ വഴിക്ക് എത്ര വോട്ടിന് ജയിക്കും നാളെ എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്? നമസ്കാരം നിഷാദേ. തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 5 പാർലമെൻറ്റിലേക്ക് എക്സിറ്റ് പോളുകൾക്ക് മുകളിലായിട്ട് ഞങ്ങൾ വലിയ വിജയം നേടാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നേടാൻ കഴിയാത്ത ഒരു വലിയ വിജയം ഞങ്ങൾ നേടും. അതിൽ ഏറ്റവും സുപ്രധാനമായ തിളക്കമുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത്തവണ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അക്ഷരാർത്ഥത്തിൽ CPM പിന്നിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നോട്ട് പോകും. ഞങ്ങളൊരു വലിയ ഭൂരിപക്ഷമൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ഒരു 4-5% വോട്ടിനകത്ത് 2 മുതൽ 5% വോട്ടിൻ്റെ ശതമാനത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ MP ആണ്. അദ്ദേഹം യാതൊരുവിധ പ്രവർത്തനവും ഈ പാർലമെൻറ്റിന് വേണ്ടി നടത്തിയിട്ടില്ല. അദ്ദേഹം സ്ഥാനാർത്ഥി ആയി ആദ്യഘട്ടം വന്നത് മുതൽ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതാനും ചില ഹൈമാസ് ലൈറ്റുകൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് കത്തിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രവർത്തനവും തിരുവനന്തപുരത്തിന് വേണ്ടി ശശി തരൂരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ശരി, അപ്പോൾ ശശി തരൂരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. നിങ്ങൾ നാരോ എഡ്ജിൽ ജയിക്കാൻ പോകുന്നതാണ്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ വിഷ്ണു, നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു, ആറ്റിങ്ങൽ നിങ്ങൾ പറയുന്നുണ്ടാവും, തൃശ്ശൂരുണ്ട്, പത്തനംതിട്ടയും കൂടെ ഞാൻ കൂട്ടി. 5ാമത്തെ മണ്ഡലം ഏതാണ് നിങ്ങളുടെ BJP കണക്കൂട്ടുന്ന? അല്ല, അതൊക്കെ നാളെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ അറിയുമല്ലോ നിഷാദ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാനൊരു പ്രവചനത്തിന് ഞാനില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി
ചരിത്രത്തിലില്ലാത്ത വലിയ മുൻതൂക്കവും വിജയവും കേരളത്തിൽ നേടാൻ പോവുകയാണ്. വലിയ വോട്ട് ശതമാനത്തിലേക്ക് 25 ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജേക്ക് ഉയരാൻ പോവുകയാണ്. ഞങ്ങളും LDFും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ കേരളത്തിൽ കാണാറുള്ളൂ. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം തന്നെ ഉണ്ടാക്കും. സമാനതകളില്ലാത്ത കേരളത്തിൽ BJP ഞെട്ടിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് അടുത്ത മണ്ഡലമുണ്ട്, ആറ്റിങ്ങൽ. വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ത്രികോണ മത്സരം നടന്നു എന്ന് BJP അവകാശപ്പെടുന്ന, അങ്ങനെ ഇല്ല എന്ന് LDFും UDFും പറയുന്ന, ഒരു കാരണവശാലും BJPക്ക് സാധ്യതയില്ല എന്ന് LDF ഒക്കെ അവകാശപ്പെടുന്ന മണ്ഡലമാണ്. പക്ഷേ വി മുരളീധരൻ മത്സരിച്ച മണ്ഡലം. നമുക്ക് അവിടേക്കൊന്ന് വീണ്ടും സ്വാഗതം. കൗണ്ട് ഡൗണിലേക്ക്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിന്റെ കഥ എന്താണ് എന്ന് സംസാരിക്കുകയാണ് നമ്മൾ. പാനലിനോടൊപ്പം തുടരുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തിന്റെ കാര്യം ആദ്യം നോക്കി. ആറ്റിങ്ങലിലേക്ക് വരികയാണ്. BJP നേരത്തെ പറഞ്ഞ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന BJPയുടെ VIP സ്ഥാനാർത്ഥികളിൽ ഒരാൾ മത്സരിക്കാനെത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ BJP മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്ഥലം എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന BJPയുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണാർത്ഥത്തിൽ അവഗണിക്കാൻ കഴിയുന്നതല്ല. ആറ്റിങ്ങലിന്റെ 2019 തെരഞ്ഞെടുപ്പ് കഥയാണ് നമ്മൾ ഈ കാണുന്നത്. അടൂർ പ്രകാശ് 3,80,000 വോട്ട് നേടി വിജയിക്കുന്നു. 28.21% വോട്ടുമായിട്ട്. A സമ്പത്ത് അവിടുത്തെ സിറ്റിംഗ് MP 3,42,000 വോട്ട് സംതിങ് വോട്ടുകളാണ് നേടിയത്. ശോഭാ സുരേന്ദ്രനാവട്ടെ 2.5 ലക്ഷത്തോളം വോട്ടുകളും നേടി. 38,000 ആയിരുന്നു അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം. UDF തരംഗം ആഞ്ഞടിച്ച് 2019 LDFിന്റെ കോട്ടകളിലൊന്നെന്ന് അവർ വിചാരിച്ചിരുന്ന ആറ്റിങ്ങൽ തകർന്നു വീഴുന്നതാണ് കണ്ടത്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ള ആ നേട്ടത്തിന്, ആ ബേസിൽ നിന്നുകൊണ്ട് ഒരു 1.5 ലക്ഷം വോട്ട് കൂടി കൂട്ടി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങലിലേക്ക് വി മുരളീധരൻ വന്നിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ ഗ്രൗണ്ട് ലെവലിൽ വലിയ പ്രവർത്തനം പലതരത്തിൽ നടത്തിയതുമാണ്. അപ്പോൾ എന്തായിരിക്കും ആറ്റിങ്ങലിലെ സ്ഥിതി എന്നത് നമുക്ക് നോക്കാം. ശ്രീ വിനോദ് കൃഷ്ണ, ആറ്റിങ്ങൽ എന്തുമാത്രം BJPയെ സംബന്ധിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അത് നോക്കൂ, നമുക്ക് വി മുരളീധരനെ പോലെ അവിടുത്തെ ഏറ്റവും അവരുടെ ചുരുങ്ങിയ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സീനിയേഴ്സിനെടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കുള്ള പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ വരുന്നു. പലതരത്തിലുള്ള പദ്ധതികൾ ആളുകൾക്ക് സഹായങ്ങളുമായിട്ട് ആളുകളെ സമീപിക്കും. പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒപ്പം കഴിഞ്ഞ തവണത്തെ 2.5 ലക്ഷത്തിൻ്റെ ബേസും. തീർച്ചയായിട്ടും സാമാന്യം കേരളത്തിലെ മറ്റ് കോൺസ്റ്റിറ്റ്യൂൻസി നോക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രസൻസ്, BJPയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയാണ് ആറ്റിങ്ങൽ, സംശയമില്ല. പക്ഷേ നമുക്ക് നോക്കാവുന്നത് ഒരു ഘടകം നോക്കാവുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ മറികടക്കാൻ മാത്രം ശക്തമാണോ അത് എന്നുള്ളത്. അതിൽ ഈവൻ ജോയ്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ ജോയ് പോലും വളരെ പോപ്പുലറാണ്. ആ രണ്ട് പൊളിറ്റീഷ്യൻസിൻ്റെയും കവർ ചെയ്യാൻ മാത്രം ശക്തമാണെന്ന് തോന്നിയില്ല മുരളീധരനുള്ള പ്രസൻസ് എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാന കാരണം ഒരു ആറ്റിങ്ങൽ പ്രത്യേകത തിരുവനന്തപുരത്തെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഏതാണതേ മെക്കാനിസം ഒക്കെ തന്നെ ആറ്റിങ്ങലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി ക്ലോറിലൊക്കെ ഉണ്ടായിരുന്ന ചില പോപ്പുലേഷൻ അവരുടെ ഡെമോഗ്രഫി നോക്കി പ്രത്യേക കമ്മ്യൂണിറ്റിക്കൊക്കെ ഭയങ്കര ശക്തമായിട്ട് ഹോൾഡുള്ള ഒരു ഇതാണ് നായർ സമുദായമൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നില്ല ആറ്റിങ്ങലൊക്കെ അത്തരം തരത്തിലുള്ള ഒരു ഇതുണ്ടെന്നല്ല. നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഡേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ BJP പെനിട്രേറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി നായേഴ്സാണ്, നോട്ട് ഈഴവാസ്. ആറ്റിങ്ങലിൽ ഈഴവാസ് ഒരു മേജർ ഫോർമേഷനാണ്. അത് 3 ഈഴവ തീയ കമ്മ്യൂണിറ്റികൾ നമ്മൾ മനസ്സിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അടൂർ പ്രകാശ് തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നു. ഓക്കെ, ശിരാജഗോപാൽ, ഈ വി മുരളീധരൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. നിരന്തരമായി കേരളത്തിലെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടൊക്കെ ഇരുന്ന ആളാണ്. കേരള രാഷ്ട്രീയത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ എന്ന പ്രധാനപ്പെട്ട BJP നേതാവ്, ഒരു ദേശീയ മുഖം, ആ നിലയ്ക്കുള്ള ഒരു എഡ്ജിൻ്റെ സാധ്യത കേരളത്തിൽ എത്രയുണ്ട്? എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ എഡ്ജ്. അദ്ദേഹം ആറ്റിങ്ങൽ വളരെ പോപ്പുലറാണെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ കേരളത്തിൽ ഒരു മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ഒരു വിദേശകാര്യ ഉപകാരമന്ത്രി, എനിക്ക് തോന്നുന്നില്ല മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും പ്രത്യേക ഒരു കോൺട്രിബ്യൂഷൻ വിദേശകാര്യ നയത്തിൽ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുക, അത് ഞാൻ പറഞ്ഞില്ല, ഈ ചെറിയ രീതിയിൽ ഒരു സാധാരണ ഒരു സീറ്റ് മാനേജർ ചെയ്യുമ്പോൾ ബസ് അയച്ചു കൊടുക്കുക, പ്ലെയിൻ അയച്ചു, അതല്ല ഒരു വിദേശകാര്യ നയത്തിൽ എന്തെങ്കിലും ഒരു നയപരമായ ഒരു അദ്ദേഹം ഇടപെടൽ നടത്തിയതായിട്ടോ എനിക്കതൊന്നും കുറച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ വെസ്റ്റേൺ രാജ്യത്തിൽ വളരെ നമ്മൾ പ്രയോജനമാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സിനെ മുഴുവൻ എല്ലാവരും വെറുപ്പിച്ചിട്ടുള്ള ഒരു വിദേശ നയമായിരുന്നു. അതിനകത്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക റോൾ ഉള്ളതായിട്ട് ഇപ്പോൾ ദേശീയപരമായ നയത്തിൽ എനിക്കറിയില്ല. കേരളത്തിന് പുറത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇദ്ദേഹം മന്ത്രി ആരെങ്കിലും എനിക്കറിയില്ല. ഇദ്ദേഹം ബംഗാളിൽ ഒരിക്കൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒരു ഗസ്റ്റായിട്ട് വന്ന പ്രശ്നമൊക്കെ ഉണ്ടായതാണ്. അവിടെ പോലും ഈ വിവാദം ഉണ്ടായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അയച്ചത് ആരാണെന്ന് പറയാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. കേരളത്തിന് പുറത്താക്കലും ഇദ്ദേഹത്തെ അറിയാവുന്ന. അപ്പോൾ ഓക്കെ, അപ്പോൾ BJPയുടെ സംഘടനാ മെക്കാനിസത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഫാക്ടർ ആവാൻ വ്യക്തിപരമായി കഴിയുമെന്ന് ചോദിച്ചാൽ
സാധ്യത കുറവാണ്. പേഴ്സണൽ ഫാക്ടർ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ മന്ത്രി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു റോൾ അതിനകത്ത് വരും. നാസർക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ ആറ്റിങ്ങലെ സംബന്ധിച്ച് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ലെഫ്റ്റ് ആഞ്ഞു വിചാരിക്കുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. ജോയിയെ പോലെ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു, DC സെക്രട്ടറിയാണ്, MLA ആണ്, അവിടെ സ്വീകാര്യനാണ്, ആൻഡ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ് എല്ലാ ഫോമുല പക്കയാണ്. അങ്ങനെ അവർക്ക് ആത്മവിശ്വാസമുള്ള ഒന്ന് എന്തായാലും ഞങ്ങൾ നിലനിർത്തുമെന്ന് കോൺഫിഡൻസിൽ UDF വിചാരിക്കുന്ന ഒന്ന്. അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ചോദ്യം? ഈ ആദ്യം പറഞ്ഞ മത്സരത്തിനെ അവിടെ ചാൻസ് ഉള്ളൂ. കോൺഗ്രസിന് അവരുടെ സിറ്റിംഗ് മണ്ഡലം നിലനിർത്താനോ അതല്ലെങ്കിൽ LDFന് പ്രത്യേകിച്ച് CPM-ന് അവരുടെ ഒരു ബേസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു മത്സരം എന്നുള്ളത്. മുരളീധരൻ്റെ കാര്യം പക്ക വ്യത്യസ്തമുണ്ട്. ഇത്തവണ മുരളീധരൻ അവിടെ മത്സരിക്കാൻ എത്തിയത് തന്നെ നിർബന്ധിത സാഹചര്യത്തിൽ എത്തിയതാണ്. 6 വർഷക്കാലം രാജ്യസഭാ മെമ്പറാക്കി മന്ത്രിയാക്കി, ഇനി മന്ത്രിയാവണമെങ്കിൽ പാർലമെൻറ്റിലേക്ക് മത്സരം ജയിച്ചു വന്നോളണമെന്ന് പാർട്ടി നേതൃത്വം തിട്ടൂരം കൊടുത്തുകൊണ്ട് നിവൃത്തിയില്ലാതെ മത്സരിക്കേണ്ടി വന്നതാണ്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തിരുവനന്തപുരം ഭാഗത്ത് നേരത്തെ വിനോദകൃഷ്ണൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷനായി കിടക്കുന്ന ആറ്റിങ്ങൽ കൂടെയുള്ള പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും മുരളീധരന് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് കഴക്കൂട്ടത്തിന് ഭാഗത്തായിരുന്നു. കഴക്കൂട്ടാണ് ഇവിടെ പെട്ടതുമല്ല. പിന്നെ വോട്ടിൻ്റെ കാര്യം, കഴിഞ്ഞ തവണ 2019 2 ലക്ഷത്തിൽ ചില്ലാനും വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഈ BJP വോട്ട് അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടാൻ പറ്റും. കാരണം അവർ BJPക്ക് അകത്ത് തന്നെ ഒരു റിബലാണ്. അത് കാരണം ആ തരത്തിലുള്ള ഒരു വോട്ട് കൂട്ടാനുള്ളൊരു സാധ്യത അവർക്കുണ്ട്. മുരളീധരൻ അതില്ല. മുരളീധരൻ ജയിക്കണമെങ്കിൽ ഇത്തവണ വോട്ട് കിട്ടേണ്ടത് കോൺഗ്രസിൽ നിന്നുള്ള വോട്ടാണ്. കോൺഗ്രസ്സുകാർ പോയി വോട്ട് ചെയ്തു കൊടുത്തിട്ട് മുരളീധരനെ വിജയിപ്പിക്കുമെന്ന് മുരളീധരൻ പോലും വിചാരിക്കുന്നില്ല ഇത്തവണ. അതാണ് ആറ്റിങ്ങലിൻ്റെ ഒരവസ്ഥയുള്ളത്. പിന്നെ ഈ കോൺഗ്രസ് വോട്ട് എന്ന് പറഞ്ഞ ഈ സംഭവം പറഞ്ഞല്ലോ, അവിടെ ഈ പിന്നെ അടൂർ പ്രകാശിൻ്റെ പിന്നെ ഈ അടൂർ പ്രകാശിൻ്റെ സമുദായമടക്കമുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അതൊന്നും മറികടന്നിട്ട് വിജയിക്കാൻ ഇത്തവണ മുരളീധരന് ഞാൻ കൗതുകത്തിന് അവിടെ ശോഭാ സുരേന്ദ്രൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? മുരളീധരന് എതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? BJP ശോഭാ സുരേന്ദ്രൻ പിടിച്ച അത്രയും വോട്ട് മുരളീധരൻ പിടിക്കരുത് എന്ന് മിനിമം ശോഭാ സുരേന്ദ്രനെങ്കിലും ആഗ്രഹമുണ്ട്. യെസ്, പല ഘടകങ്ങളാണ് അവിടെ പ്രതീക്ഷയോടെ പോകുന്ന അദ്ദേഹത്തെ പിടിച്ചുലയ്ക്കുന്നത് എന്നാണ്. വിഷ്ണു, മണ്ഡലങ്ങൾ താങ്കൾ വെളിപ്പെടുത്തിയില്ല എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വിചാരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം സ്വാഭാവികമായിട്ടും ആറ്റിങ്ങലായിരിക്കും. അവിടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാൽക്കുലേഷൻ എന്താണ്? ഭൂരിപക്ഷത്തിൻ്റെ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാമോ? അല്ല, ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ്. നേരിയ ഭൂരിപക്ഷത്തിന് NDA സ്ഥാനാർത്ഥിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായ ശ്രീ മുരളീധരൻ ആറ്റിങ്ങൽ വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷങ്ങളായി മുരളീധരൻ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി ദില്ലിയിൽ നിന്ന് കേരളത്തിൽ തിരിച്ചെത്തിയ കാലം മുതൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പാർലമെന്റിൽ തിരുവനന്തപുരം ജില്ലയിൽ എല്ലായിടത്തും അദ്ദേഹം വളരെ സുപരിചിതനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ തന്നെയാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ പ്രവാസികൾ കൂടുതലുള്ള ഒരു കേന്ദ്രമാണ് ആറ്റിങ്ങൽ. ഇവിടെയുള്ള നിരവധി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് പേർ മുരളീധരൻ്റെ അടുത്ത് ആവശ്യങ്ങളുമായി എത്തുകയും അതെല്ലാം ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അത് കൃത്യമായി അറിയാവുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതിനനുസരിച്ച് അദ്ദേഹം കേരളത്തിൽ നടത്തിയ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് കൃത്യമായ ഒരു ജനവിധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ ത്രികോണ മത്സരം തന്നെയാണ് നടന്നതില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ CPM-ൽ നിന്ന് ഒരുപാട് വോട്ടുകൾ, സാധാരണക്കാരായ പ്രവർത്തകരുടെ അണികളുടെ വോട്ടുകൾ ഇത്തവണ മുരളീധരന് എത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം CPM-നെ പരാജയപ്പെടുത്തേണ്ടത് CPM-ന്റെ കൂടി, ജോയിയെ പരാജയപ്പെടുത്തേണ്ടത് അവിടെ CPM-ന്റെ കൂടി ഒരു ആവശ്യമാണ്. ശരി. അല്ല, അനിൽ അക്കര, നിങ്ങൾ ആ മണ്ഡലം നിലനിർത്താനുള്ള വലിയ പരിശ്രമത്തിലാണ്. പക്ഷേ CPM ഇത്തവണ നല്ല ഫൈറ്റ് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് വിചാരിക്കാൻ പറ്റുമോ നാളെ ഞങ്ങൾ ജയിക്കുമെന്ന്? അല്ല, അത് ഈ ചർച്ചയിൽ തന്നെ വളരെ പ്രകടമാണല്ലോ. ശ്രീ അടൂർ പ്രകാശ് ജയിക്കുമെന്ന കാര്യത്തിൽ ഈ ചർച്ചയിലുള്ള ആർക്കും ഈ തർക്കമില്ല. സ്വാഭാവികമായും അടൂർ പ്രകാശ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിൻ്റെ ചില കാരണങ്ങളുണ്ട്. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ആറ്റിങ്ങലുടെ രാഷ്ട്രീയമായ അതുപോലെ തന്നെ സാമുദായികമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റാണ് അടൂർ പ്രകാശ് എന്നുള്ള രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ഈ പ്രധാനപ്പെട്ട പ്രബലമായ 2 ന്യൂനപക്ഷ സമുദായങ്ങളുടെ 70% ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും 80% ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും വോട്ട് UDFൻ്റെ മുന്നണിക്കാൻ. അപ്പോൾ അത് ആറ്റിങ്ങലിലും സ്ഥിതി വ്യത്യസ്തമല്ല.
അപ്പോൾ 70% അല്ലെങ്കിൽ 80% ശരാശരി ന്യൂനപക്ഷ വോട്ട് 75% UDF കിട്ടുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ആറ്റിങ്ങലിലെ 3 സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഈ 2 സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള അടൂർ പ്രകാശിൻ്റെ ആ മണ്ഡലത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് 19 സീറ്റിനേക്കാൾ കൂടുതൽ UDF സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പണ്ട് UDF സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെട്ട MM ഹസനാണെങ്കിലും അതുപോലെ തന്നെ തലേക്കുന്നിൽ ബഷീർ ആണെങ്കിലും ബിന്ദു കൃഷ്ണയൊക്കെ പരാജയപ്പെട്ട വോട്ടൊക്കെ വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് പരാജയപ്പെട്ടത്. സമ്പത്തിനെ പോലുള്ള MP മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ സമ്പത്തിനെ തന്നെ പരാജയപ്പെടുത്തിയാണ് അടൂർ പ്രകാശ് വരുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും ഭൂരിപക്ഷ സമുദായങ്ങളുടെയും വോട്ട് മൊത്തത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന കേരളത്തിലെ UDF ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ്. ഒരു സംശയവും ആ കാര്യത്തിൽ അവിടെ കൂടുതൽ ചർച്ചയ്ക്ക് അത് മാറ്റിവെക്കേണ്ട കാര്യം. അടൂർ പ്രകാശ് ഈസിയായി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ശരി, അലപ്സി M പ്രകാശൻ, ഈ CPM സംബന്ധിച്ച് നിങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന് ഉറപ്പിച്ച അതിനൊപ്പിച്ച് നിങ്ങൾ പണിയെടുത്ത സ്ഥലമാണ്. അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു നാളെ. അപ്പോൾ പക്ഷേ എക്സിറ്റ് പോളുകൾ പലതും പ്രവചിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കഥയല്ല. ഇതിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. അന്ന് എക്സിറ്റ് പോളുകളിൽ പരാജയപ്പെട്ട 36 MLAമാർ ഇന്ന് കേരള നിയമസഭയിൽ അംഗങ്ങളാണ് എന്നുള്ള സത്യം നിങ്ങൾ മറക്കണ്ട. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്നതെന്നുള്ള ഇപ്പോൾ അനിൽ അക്കരെ ഇവിടെ പറഞ്ഞല്ലോ. സമുദായത്തിൻ്റെ വോട്ട് നേടിക്കൊണ്ട് ജയിക്കാൻ വേണ്ടി കഴിയും എന്ന് നിർലജ്ജമായി പറയാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലതുപോലെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഞങ്ങളോട് മത്സരിപ്പിക്കുന്നതാവട്ടെ ഞങ്ങളുടെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ജനകീയ അംഗീകാരമുള്ള ക്യാൻഡിഡേറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് പറ്റാവുന്ന നിലയിൽ നല്ല നിലക്ക് തന്നെയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. CPM ആളുകൾ മാത്രമല്ല, പൊതുവിൽ രാജ്യത്തിൻ്റെ കാലാവസ്ഥയെ മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വലിയ നിലക്ക് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും ആറ്റിങ്ങലിൽ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആറ്റിങ്ങലിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശരി, ആറ്റിങ്ങൽ എന്തായാലും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട വേഗം അല്ല, ഇതിനകത്ത് സമുദായം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും യാഥാർത്ഥ്യമാണ്. അത് പറയുന്നത് അതിനകത്ത് വേറെ മറ്റ് വിഷയങ്ങളോ മറ്റ് വർഗീയ താല്പര്യങ്ങളോ തെരഞ്ഞെടുപ്പ് വിശകലനത്തിന്റെ ഭാഗമായി സമവാക്യങ്ങൾ പറയാം, അത് തെറ്റില്ല. ഞാൻ വരാം. പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ട കഴിഞ്ഞ തവണ ശബരിമലയുടെ അടക്കം പശ്ചാത്തലത്തിൽ വലിയ മുന്നേറ്റം BJP NDA ഉണ്ടാക്കിയ സ്ഥലമാണ്. അതേസമയം ആന്റണി തുടരുന്ന മണ്ഡലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്ക് ആശയക്കുഴപ്പമില്ലാതെ അവർ ആ മണ്ഡലത്തെ കാണുന്നു. അതേസമയം അവിടെ ഒരു ത്രികോണ മത്സരം നടന്നുവെന്നും അനിൽ ആന്റണി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൻ BJPയിലെത്തി അവിടെ വലിയ മത്സരം സൃഷ്ടിച്ചുവെന്നും BJP അവകാശപ്പെടുന്നു. അങ്ങനെ ചില എക്സിറ്റ് പോളുകൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട കഴിഞ്ഞ തവണ നമുക്കറിയാവുന്ന പോലെ സവിശേഷമായ സാഹചര്യമാണ് കഴിഞ്ഞ തവണത്തേത്. കഴിഞ്ഞ തവണ ശബരിമല പോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷെ അങ്ങനെ പത്തനംതിട്ടയിൽ സവിശേഷമായി ഒരു പ്രോ BJP സംഗതികൾ ഫാക്ടേഴ്സ് ഇല്ല എന്ന് കാണാം. കഴിഞ്ഞ തവണത്തെ കണക്ക് ഇങ്ങനെയാണ്: 3,80,000 വോട്ട് നേടി 27.55% വോട്ട് നേടി ആന്റണി ജയിച്ച. വീണ ജോർജ് ആയിരുന്നു 24% വോട്ടുമായിട്ട് തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നത്. അതേസമയം അത്രയും ഒരു പ്രധാനപ്പെട്ട മത്സരരംഗം ആയിരുന്നിട്ട് കൂടി 21% വോട്ട് നേടി 3-ാം സ്ഥാനത്ത് വരാൻ K. സുരേന്ദ്രനെ പോലെ BJPയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് കേരളത്തിൽ കഴിഞ്ഞു. അവിടെ അനിൽ ആന്റണി എന്ന് പറഞ്ഞ നേതാവ് കോൺഗ്രസിലിരിക്കും. അദ്ദേഹം ഒന്നും പ്രൂവ് ചെയ്തിട്ടുള്ള ആളല്ല. അങ്ങനെ ഒരു പ്രോമിനൻറ്റ് ഫിഗർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളല്ല. അയാൾ അവിടെ എന്ത് മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ്. തോമസ് ഐസക്ക് ഇത്തവണ എന്തായാലും വിജയം രുചിക്കുമെന്ന ആത്മവിശ്വാസത്തെ ഇപ്പോൾ കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും പത്തനംതിട്ട എന്ന് കാണിച്ചു വിനോദ് കൃഷ്ണ. പത്തനംതിട്ട കഴിഞ്ഞ തവണ BJP നേട്ടമുണ്ടാക്കിയ സ്ഥലമാണ്. ഇത്തവണ നേട്ടം അവർ സ്വപ്നം കാണുന്നതിൽ എന്തുമാത്രം യാഥാർത്ഥ്യബോധമുണ്ട്? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്തനംതിട്ട BJPയുടെ ലബോറട്ടറിയാണ് കേരളത്തിലെ. കാരണം കുറച്ച് കാലമായിട്ട് തന്നെ അവർ കേരളത്തിലെ ഡെമോഗ്രഫി നോക്കുകയാണെന്ന് വെച്ചാൽ വളരെ ഏതാണ്ട് 53% ഹിന്ദുസ്, 22% മുസ്ലിംസ്, പിന്നെ ഒരു 18%, 19% ക്രിസ്ത്യൻസ്. ഇങ്ങനെയാണ്. ഏതാണ്ട് ഈ ഒരു പ്രത്യേക ക്രിസ്ത്യൻ മൈനോറിറ്റിയോട് കൂട്ടിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൈനോറിറ്റി കൂട്ടിക്കൊണ്ട് മാത്രമേ ഭാവിയിൽ എപ്പോഴും കേരള സ്റ്റേറ്റ് അസംബ്ലിയിലോ അല്ലെങ്കിൽ നാഷണലായിട്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടാക്കാൻ BJPക്ക് സാധ്യമാവും. അതിന് ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് പത്തനംതിട്ട. അവിടെ ഓഫ് കോഴ്സ് കഴിഞ്ഞ
ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ കഴിഞ്ഞ ശബരിമല സമരത്തിൻ്റെ ഒക്കെ തന്നെ കോണ്ടെക്സ്റ്റിൽ നല്ലൊരു BJP നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നോക്കി. അത് പക്ഷേ അക്കാലത്ത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് കാര്യമായിട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു തോന്നി സുരേന്ദ്രന്. ഇന്ന് സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു കാൻഡിഡേറ്റ് വരുന്നു. ആർക്കും അനിൽ അധികം ആൾക്കാർ അറിയാത്ത, ഡൽഹിയിൽ നിന്ന് ഇറക്കുന്നു. ഈവൻ ലോക്കൽ ആൾക്കാർക്ക് ഓർക്കും ഫെമിലിയർ ഇല്ലാത്ത പ്രത്യേക മതത്തിൻ്റെയൊക്കെ താല്പര്യങ്ങളോ അദ്ദേഹത്തിന് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ സാധ്യതയുണ്ടോ എന്ന ടെസ്റ്റ് ഡോസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സർവേകളൊക്കെ പറയുന്നത് പലപ്പോഴും വന്ന് എക്സിറ്റ് പോൾസൊക്കെ തന്നെ പറയുന്നത്, ഈവൻ പ്രീ പോളും പലപ്പോഴും പറയേണ്ടായി ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ നമ്പർ 2 എങ്കിലും ആവാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എനിക്ക് സംശയമുണ്ട് അത്രത്തോളം എളുപ്പമാണോ അത് എന്നുള്ളത്. ഒന്നാമത്തെ കാൻഡിഡേറ്റ് പലപ്പോഴും വളരെ പുതിയതാണ്, ആൾക്കാർക്ക് ഫെമിലറായി വരുന്നേ ഉള്ളൂ. അത് സെക്കൻഡ് ആവോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയം. പക്ഷേ ഇന്നലെ കണ്ട പല സർവേകളും പറയുന്നത് അദ്ദേഹത്തിന് സെക്കൻഡ് സ്റ്റേജ് വരുന്നു. ഓക്കെ, രാജഗോപാൽ, അനിൽ ആന്റണി എന്ന പേര് ഗുണപ്പെടുത്താൻ കഴിയും. അത് ഈ നേരത്തെ ശ്രീ വിനോദ് കൃഷ്ണ ചൂണ്ടിക്കാണിച്ച ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ സൃഷ്ടിച്ച് വിജയിക്കാൻ, അതാണ് അവരുടെ സ്വപ്നം കാണുന്ന ഫോർമുല. ആ ഫോർമുല ആദ്യമായി കേരളത്തിൽ വിജയിപ്പിക്കാൻ ഉതകുന്ന ഒരു പേരാണോ സത്യത്തിൽ ഈ അനിൽ ആന്റണി? ഈ പേര് ഉതകുമോ എന്നുള്ളതിനെക്കാട്ടി നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനൊരു കാൻഡിഡേറ്റിനെ അവിടെ ചൂസ് ചെയ്തെന്നുള്ള വളരെ വളരെ അപകടകരമായ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുന്ന പത്തനംതിട്ട തന്നെയാണ്. അവിടെ അനിൽ ആന്റണി രണ്ടാമത് വരികയാണെങ്കിൽ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും പരാജയപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം മൂന്നാമത്തെ വരെ ഡിസ്റ്റന്റ് തേർഡായാൽ മാത്രമേ ഇതിനൊരു മെസ്സേജ് കേരളത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ ഇപ്പോൾ BJP 0 സീറ്റാണെങ്കിൽ പോലും അനിൽ ആന്റണിയെ പോലെ ഒരു അദ്ദേഹത്തിന് പോലും, അപ്പം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തത് അവർ പല ടെസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെയും അവിടെ ചെയ്തു. ഈ ചിലപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ അൺടെസ്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞാത്ത അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ പുതുമ കണ്ട് ചിലർ വാങ്ങിക്കും. പക്ഷേ ആ ആൻ്റണി എന്നുള്ള പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പക്ഷേ അച്ഛനെ എത്ര ഒരു പരിഹാസ്യമായ രീതിയിൽ അദ്ദേഹം ചെയ്തുവെങ്കിലും ഈ അൺടെസ്റ്റഡ് പ്രോഡക്റ്റിനെ കൊണ്ട് അവർക്ക് നേട്ടമുണ്ടാക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും കരുതുന്നതെങ്കിൽ ക്രിസ്ത്യൻ വോട്ടിനെ തന്നെ അത് വളരെ അപകടകരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള, അപ്പോൾ അവിടുത്തെ റിസൾട്ട് നമ്മൾ വളരെ സൂക്ഷ്മയോട് വീക്ഷിക്കേണ്ട കാര്യം തന്നെ. നാസർക്ക് പത്തനംതിട്ടയുടെ കാര്യം എടുത്താൽ പത്തനംതിട്ട നമുക്ക് PC ജോർജ് ഒന്ന് ഉഴുതുമറിക്കാൻ ശ്രമിച്ചതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. കാസ പോലെയുള്ള ഗ്രൂപ്പുകൾ, അതിനെ തന്നെ ഏറ്റെടുക്കുന്ന ചില ബിഷപ്പുമാർ, അങ്ങനെ ആ നിലയ്ക്ക് നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് പരമാവധി പണിയെടുത്ത സ്ഥലം. ഒപ്പം ഓൾറെഡി ഈ ശബരിമല വിശ്വാസം പോലുള്ള വിഷയങ്ങളിൽ അവർ മാക്സിമം നേട്ടം ഉണ്ടാക്കിയ സ്ഥലം. ഇതിൻ്റെ ഒരു സമാഗമ ഭൂമിയായാൽ അവർക്ക് ഈ 2ാം സ്ഥാനം ഒക്കെ സ്വപ്നം കണ്ടുകൂടെ? 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന വിനോദ് കൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള ഈ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ശബരിമല പ്രശ്നം അങ്ങേയറ്റം കത്തി നിന്ന സമയത്ത് ശബരിമല പ്രശ്നം മാത്രമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ പ്രധാന വിഷയം. എന്നിട്ടും പത്തനംതിട്ടത്ത് BJP-ക്കാരടക്കമുള്ള ഹിന്ദുക്കൾ വോട്ട് ചെയ്തെടുത്തു കോൺഗ്രസിനാണ്. എന്ന് വെച്ചാൽ അത് CPM-നോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് വിചാരിക്കാം. CPM-നോടും പിണറായി വിജയനോടും സ്ത്രീകളെ അവിടെ കയറ്റാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ദേഷ്യം തീർക്കാനാണെങ്കിലും ആ വോട്ട് അന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും ജയിപ്പിച്ചില്ല. ചാമ്പ്യൻ കൂടിയാണ്. ഷർട്ട് വരെ കീറിപ്പോയതാ. എന്നിട്ട് പോലും അത് കിട്ടിയില്ല. അന്ന് അവിടെ ആ ദേഷ്യം തീർക്കാനാണെങ്കിലും അന്ന് ആൾക്കാർ വോട്ട് ചെയ്തെടുത്തു കോൺഗ്രസിനാണ്. ഒന്നതുണ്ട്. ഈ പറയുന്നത് പോലെ ഇപ്പം രാജഗോപാൽ സാർ പറയുന്ന പോലെ ഇത് ഒരു നരേന്ദ്രമോദി അമിത്ഷാ ടീമിൻ്റെ തന്ത്രമാണെങ്കിൽ പോലും പത്തനംതിട്ടയെ സംബന്ധിച്ച് അതൊരു പരാജയപ്പെട്ട തന്ത്രമാണ്. പത്തനംതിട്ട ഇപ്പോഴും ആർക്കെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ BJP-യുടെ ഭാഗത്തുനിന്ന് സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ഗോവ ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ള സാറാണ്. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, BJP-ക്കാർക്ക് പോലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സാധ്യതയില്ലാത്തൊരു സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ പരമാവധി ഈ ക്രിസ്ത്യൻ വോട്ട് എന്നുള്ളത്, ക്രിസ്ത്യാനികൾ BJP-യുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കക്ഷി A. ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയത് ഏത് വഴിക്കാണെന്ന് അറിയണം. അമ്മ ആലപ്പുഴ കൃപാസനത്തിൽ ചെന്നിട്ട് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ട് കൃപാസനം അച്ഛൻ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുന്നു, എന്നെ BJP-ക്കാർ വിളിച്ചിരുന്നു, ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ നേരെ കൃപാസനത്തിൽ പോയി. എന്നിട്ട് തുണ്ട് വെച്ചിട്ട് കൃപാസനം അച്ഛൻ പറഞ്ഞു BJP പോയിക്കൊള്ളുന്നു. അങ്ങനെ BJP അങ്ങനത്തെ ഒരു കഥ പോലും ഉണ്ടാക്കിയിട്ടാണ് ഈ വരവ്. എന്ന് പറഞ്ഞാൽ അത് പരമാവധി ഈ നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ പറയാൻ പാടില്ലാത്ത വർഗീയതയെ എത്രമാത്രം ഇയാളുടെ രാഷ്ട്രീയത്തിലേക്ക്, ഇയാളുടെ BJP-യിലേക്കുള്ള വരവ് തന്നെ ഈ ക്രിസ്ത്യൻ വർഗീയതയും കൊണ്ടാണ്. അത് നോക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമാണ് ഇത്തവണ പത്തനംതിട്ട BJP-ക്ക്. ഓക്കെ, M. പ്രകാശൻ, ഐസക്കിനേക്കാൾ മുകളിൽ വൻ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു അനിൽ ആന്റണി എന്ന ആന്റണിയുടെ മകൻ എന്ന പ്രവചനത്തെ നിങ്ങൾ ഒരു നിലയ്ക്കും വകവയ്ക്കുന്നില്ലേ?
അത് കേരളത്തെ അറിയുന്ന ആർക്കും വകവെക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അനിൽ ആന്റണി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സദാചാര ലംഘനത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ഇത്രയേറെ അപമാനമേൽക്കേണ്ടി വന്ന മറ്റൊരു മണ്ഡലം ഈ പത്തനംതിട്ടയും കണ്ണൂരും പോലെ വേറെ ഏത് മണ്ഡലമുള്ളത്? അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് വേറെ വെക്കാൻ പറ്റാവുന്ന കാൻഡിഡേറ്റിലായിട്ടാണോ? അങ്ങനെയല്ലല്ലോ. എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വർഗീയവൽക്കരിക്കാനാവുക? ഈ പരീക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണല്ലോ അവർ ഈ പറയുന്ന പത്തനംതിട്ട ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അതിൽ കോൺഗ്രസ് നല്ലതുപോലെ തന്നെ വെള്ളം കുടിച്ചു എന്നുള്ള വസ്തുതയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് രാഷ്ട്രീയം, എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ജയിക്കണമെന്ന് ഏറ്റവും കൃത്യമായ നിലക്ക് പ്രചരിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ നല്ലതുപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിലും വലിയ നിലക്ക് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ നിലക്ക് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. അവിടെ തീർച്ചയായിട്ടും തോമസ് ഐസക് വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ ജയിക്കുമെന്നതിൽ ഞങ്ങൾക്ക് ബി ജെ വിഷ്ണു, കെ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത നേട്ടം അനിൽ ആന്റണി ഉണ്ടാക്കിയെടുക്കുമോ? അനിൽ ആന്റണി എവിടെയൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു നേതാവല്ല എന്നതുകൂടി കാണണ്ടേ? പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ അനുകൂലമായ ഘടകങ്ങൾ പലതും ഇല്ലതാനും. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ 2024 എത്തുമ്പോൾ കേരളത്തിലെ 20 പാർലമെന്റിലും BJP സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടാനുള്ള എല്ലാ പ്രവർത്തനവും കേരളത്തിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ഞങ്ങൾക്ക് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത മണ്ഡലത്തിൽ പോലും 2019 വോട്ടുകൾ ഞങ്ങൾക്ക് വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് അനിൽ ആന്റണി കേരളത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. തോമസ് ഐസക് പോലും വിശ്വസിക്കുന്നില്ല താൻ പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന്. പക്ഷേ പ്രകാശ് മാഷ് മാത്രമേ, ഞാൻ ഈ പല ചർച്ചകളിൽ CPM നേതാക്കന്മാർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം മാത്രമേ വിശ്വസിക്കൂ. എന്തായാലും പത്തനംതിട്ടയിലുള്ള ഒരു തോമസ് ഐസക് പോലും ഇതുവരെ ഒരു ചർച്ചയിൽ ഞാൻ വിജയിക്കുമെന്ന് അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടെ, ഇപ്പോഴും ഞാൻ തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ച ഉണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിനനുസരിച്ച് അദ്ദേഹം ഒരു വിജയിക്കാനുള്ള ഒരു നേരിയ സാധ്യത പോലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പത്തനംതിട്ടയിലെ ജനങ്ങളുടെ തീരുമാനം മറ്റൊന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആന്റണി കഴിഞ്ഞ എത്രയോ കാലമായി അവിടെ MP ആയിരിക്കുന്നു. എപ്പോഴും ചില സാമുദായിക സമവാക്യങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ചില പരമ്പരാഗതമായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആന്റണി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പത്തനംതിട്ട പാർലമെന്റിൽ സമൂലമായ മാറ്റമുണ്ടാകുന്നു. അത് കേരളം ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് കാലഘട്ടങ്ങളായി LDF സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ ചില വിഭാഗത്തോട് കാണിക്കുന്ന ഒരു വെറുപ്പിന്റെ കൂടി തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ CPM-നോടുള്ള വോട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. നരേന്ദ്രമോദി ഫാക്ടർ, BJP ഫാക്ടർ, അതിനപ്പുറം ലവ് ജിഹാദിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കും. അപ്പോൾ ആ നിലയ്ക്കുള്ള എന്താ പറയുക, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അമിത്ഷായുടെ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാൻ കഴിയുന്ന സാധനം, അത് നടന്ന സ്ഥലമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത് ഈ ആന്റോ ആന്റണിയോടുള്ള MP-യോടുള്ള ആന്റി ഇൻകംബൻസി, മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇത് രണ്ടിൻ്റെയും ഗുണഭോക്താവ്, ബെനിഫിഷ്യറി ആവാൻ പോകുന്നത് NDA കാൻഡിഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹം ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ്. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 അസംബ്ലി മണ്ഡലങ്ങളിൽ LDF-ഉം അതുപോലെ തന്നെ BJP-യും ചൂസ് ചെയ്ത ആ നിയോജനത്തിന് ഏറ്റവും അനുയോജ്യരല്ലാത്ത 2 സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയും ഒന്ന് CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയുമാണ്. ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ ഈ പറയുന്ന സമുദായ സമവാക്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വർഗീയതയാകുമെന്ന് പറയുന്നത് യാതൊരു അർത്ഥമുള്ള കാര്യമല്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് വിശകലന യോഗമാണ്. ഞാൻ അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ ആന്റോ ആന്റണിക്കെതിരെ അവിടെ മത്സരിച്ച വീണ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ ഭർത്താവും നടത്തിയ വർഗീയപരമായ ചേരിതിരിവ്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഉണ്ടാക്കിയ വർഗീയമായ ചേരിതിരിവ് പിന്നീട് ആ സഭയ്ക്കകത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാനുണ്ടായ സാഹചര്യമൊക്കെ കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് വർഗീയപരമായ നിലപാട് ഒരു സഭയ്ക്കകത്തെ 2 പ്രബലരായ സമുദായങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞടിപ്പിക്കുന്നതൊക്കെ പത്തനംതിട്ടയിലും സമീപ പ്രദേശത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP സെലക്ട് ചെയ്ത ഏറ്റവും മോശം സ്ഥാനാർത്ഥിയാണെന്ന കാര്യം യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവിടെ PC ജോർജുമായി 2 തവണ UDF-നകത്ത് നിൽക്കുമ്പോഴും UDF-ന് പുറത്ത് നിൽക്കുമ്പോഴും PC ജോർജുമായി കൊമ്പ് കോർത്ത് 2 തെരഞ്ഞെടുപ്പുകളാണ്
പത്തനംതിട്ടയിൽ നടന്നത്. അവിടുത്തെ ശക്തനായ MLA ആണ് എന്ന കാര്യം ആർക്കും തർക്കമുള്ള കാര്യമല്ല. ആ ഫാക്ടറിനെ പരാജയപ്പെടുത്തിയാണ് ആന്റോ ആന്റണി 2 തവണ വിജയിച്ചത്. ഇത്തവണ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഏറ്റവും ഭരണവിരുദ്ധ വികാരത്തിന് ഏറ്റവും കാരണമായിട്ടുള്ളത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരായ ആളുടെ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തതും റോഡുകളുടെ നിർമ്മാണം നടത്താൻ കഴിയാത്തതും കേന്ദ്ര ഗവൺമെൻറ്റും ലോകബാങ്കും വിദേശ ബാങ്കുകളും തന്ന ഫണ്ടുകൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി കിഫ്ബി വരെ എത്തി നിൽക്കുന്ന മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ കേരളത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് തോമസ് ഐസക് എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ ഈ തരത്തിലേക്ക് കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് ശാരീരിക അസ്വസ്ഥ്യം പോലും ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തൊരാൾ രണ്ടാമത് തോമസ് ഐസക് കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണക്കാരൻ എന്ന നിലയ്ക്കുള്ള അൺപോപ്പുലാരിറ്റി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആന്റോ തുടരും എന്നാണ്. അടുത്ത തൃശ്ശൂരിലേക്ക് പോകണം. കൗണ്ട് ഡൗണിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താകും എന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ ഈ രാത്രി. ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഈ കേരളത്തിന്റെ രാഷ്ട്രത്തിന്റെ ഭാവി എന്താകും, വിധി എന്താണ്, ജനങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ സമയമുള്ളൂ. തൃശ്ശൂർ ഒരുപക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് തൃശ്ശൂർ. BJP ജയിക്കാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരിക്കുന്ന സ്ഥലം. അതേസമയം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമെന്ന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം ഈ മണിക്കൂറിലും കോൺഗ്രസ് UDF പ്രകടമാക്കുന്ന മണ്ഡലം. സുനിൽ കുമാറിലൂടെ ആ മണ്ഡലം വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDFനുള്ള സ്ഥലം. അപ്രവചനീയം എന്ന് വിളിക്കാൻ കഴിയാവുന്ന, അങ്ങേയറ്റത്തെ അനിശ്ചിതാവസ്ഥ വേണമെങ്കിൽ പറയാൻ കഴിയാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ എല്ലാവർക്കുമുള്ള ആശയക്കുഴപ്പം സത്യത്തിൽ അനലിസ്റ്റുകൾ കൊണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അവരുടെ കയ്യിൽ വളരെ കൃത്യതയുള്ള വിവരങ്ങളുണ്ടോ എന്ന്. ഇതാണ് തൃശ്ശൂരിന് 2019 സിറ്റുവേഷൻ നോക്കിയാൽ അവിടെ UDF 31.04% വോട്ട് നേടി, LDF 24% വോട്ട്, 7% വ്യത്യാസം രണ്ടാം സ്ഥാനക്കാരനുമായി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. NDA പരമാവധി നേടിയത് 21% വോട്ടാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലെ പ്രചരണം കൊണ്ടാണ് 21% വോട്ട് സുരേഷ് ഗോപി നേടുന്നതെന്നും പ്രത്യേകത തൃശ്ശൂരുണ്ട്. അത് എടുത്തു കാണേണ്ട കാര്യമാണ്. അതേ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുൻപേ തന്നെ തൃശ്ശൂരിൽ ഫീൽഡ് ചെയ്യുന്നു. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പലതരത്തിലുള്ള സമവാക്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം മേരി മാതാവിന് കിരീടം വയ്ക്കുന്നു. ആ നിലയ്ക്കുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത് BJP. പക്ഷേ പിന്നീട് സുരേഷ് ഗോപിയുടെ ഒറ്റയ്ക്കുള്ള കളി അവസാനിക്കുന്നു. സുനിൽ കുമാറിനെ പോലെ അപ്രതീക്ഷിതമായി K മുരളീധരനെ പോലുള്ള ടവറിംഗ് ലീഡേഴ്സ് എന്ന് വിളിക്കാവുന്ന ആളുകൾ വരുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ ഫൈറ്റും അനിശ്ചിതാവസ്ഥ അവിടെ ഉണ്ടായി. തൃശ്ശൂർ ജയിക്കുമെന്നും ഇല്ലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വാതുവയ്ക്കുന്നു. കേരളത്തിൽ BJPക്ക് വേണ്ടി നാഷണൽ ഏജൻസികൾ പ്രവചിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വിനോദ് കൃഷ്ണ ആർക്കും കൃത്യമായ ഒരു കണക്കില്ലേ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ എന്നെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് UDFും NDAയും മൂന്നുപേരും ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ അഡ്വാൻറ്റേജ് സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചില ചാരിറ്റബിൾ വർക്ക്സും മറ്റു ചില റിലീജിയസ് സെൻറ്റിമെൻറ്റ്സൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു വലിയ സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ബേസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പ്രൈം മിനിസ്റ്റർ 2 തവണ വരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അവിടുത്തെ ചില ലോക്കൽ ഇഷ്യൂസ് ടേക്ക് അപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ഇതൊക്കെ തന്നെ. സ്ത്രീകൾക്കിടയിലും അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി ഉണ്ട്. ഏതാണ്ടൊരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനാണുള്ളത്. 3 പേരും ഗംഭീര കാൻഡിഡേറ്റ്സ് ആണ്. അതിനിടയിൽ സ്ലൈറ്റായിട്ട് ഒരു തരം അഡ്വാൻറ്റേജ് സുരേഷ് ഗോപിക്ക് ഉണ്ട്. അത് കാരണം അദ്ദേഹം ഒരു തരം ആൻറ്റി ഇൻകംബൻസി ബാങ്കുമായി ബന്ധപ്പെട്ട് അത് ടേക്ക് അപ്പ് ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു തരത്തിൽ സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ആരും എടുക്കുന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് പല സ്റ്റേറ്റ്മെൻറ്റും പലപ്പോഴും ഒരു പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻസിൻ്റെ ശൈലിയൊന്നുമല്ല. രാജഗോപാൽ, കേരളത്തെ സംബന്ധിച്ച് BJPയുടെ പൊളിറ്റിക്സ് നമുക്ക് പറ്റാത്തതാണ് എന്ന് വിചാരിച്ച് BJP ഒഴിവാക്കി നിർത്തുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ടല്ലോ. അവരുടെ മുമ്പിലേക്കാണ് BJP സുരേഷ് ഗോപിയെ വെക്കുന്നത്. സുരേഷ് ഗോപി ഒരു നന്മയുടെ പ്രതിബിംബമായ മനുഷ്യസ്നേഹി, സ്ത്രീകളെ പ്രത്യേകമായി കാണുന്ന ആൾ, ഗർഭിണികളുടെ വയറിൽ തടവുന്ന ആൾ. അദ്ദേഹം ആ നിലയ്ക്ക് പോപ്പുലറായ ഒരാളാണ്. ഇപ്പോൾ സാധാരണക്കാരെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബിംബം. അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. BJP ആയിട്ട് കണക്ക് കൂട്ടേണ്ട ആ സ്ട്രാറ്റജി വിജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ചില വനിതകളുടെ ഇടയിലെല്ലാം അങ്ങനെ ഒരു തോട്ടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഒരു പേഴ്സണൽ ഡിസ്ക്ലോഷർ ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിലാകെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി മാത്രമേ സ്റ്റേജിൽ കയറി പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് സുനിൽ കുമാറിനാണ്.
അത് പലക്കാരം ഞാൻ വൈകുന്നേരം തൃശ്ശൂർ നടന്നു പോകുമ്പോൾ ഒരു ബഹുസ്വരതയുടെ ഒരു ഗാനമേള പല മതങ്ങളിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒബാമയുടെയൊക്കെ ക്യാമ്പയിൻ പോലെ, അതായത് ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യയാണ്, എല്ലാവരും കൂടെ ഒരു സ്റ്റേജ്, ആ സ്റ്റേജ് ഞാൻ കയറി സുനിൽകുമാറിൻ്റെ വോട്ട് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അതിനുശേഷം ഞാനിനി ഇതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അത് ആ നിലപാട് നാസർക്കേക്ക് എന്താണ് തോന്നുന്നത്? കണക്കുകൾ എടുത്തു വെച്ചാൽ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? കണക്കുകൾ എടുത്തു വെച്ചാൽ കാണാനുള്ളത് ഇപ്പോൾ നമ്മുടെ BJPയുടെ വിഷ്ണു ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിലെങ്കിലും വിഷ്ണു സത്യസന്ധമായിട്ട് പറയുമെങ്കിൽ, പിന്നെ നേരത്തെ വിനോദ് കൃഷ്ണനോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിനോദ് കൃഷ്ണനോട് ചോദിച്ചല്ലോ, കണക്ക് കൃത്യമായ കണക്കാരുടെയെങ്കിലും കൈവശം ഉണ്ടോ? എനിക്കറിയുന്നിടത്തോളം BJPക്കാരുടെ കൈവശം കൃത്യമായ കണക്കുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് സ്ഥാപിക്കുന്ന കണക്ക് BJPയുടെ കൈവശമുണ്ട്. പക്ഷേ ആ കണക്കനുസരിച്ച് 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അവരുടെ കൈവശം ഉള്ളത്. ഒരു 7000 വോട്ടാണ് അവരും സുനിൽകുമാറും തമ്മിലുള്ള ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ സുനിൽകുമാർ ജയിക്കുമോ, ഈ സുരേഷ് മോദി ജയിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം. സുരേഷ് ഗോപിയല്ല സത്യത്തിൽ അവിടെ മത്സരിച്ചത്, സുരേഷ് മോദിയാണ്. പകുതി സുരേഷും പകുതി മോദിയും ചേർന്നിട്ടുള്ള ഒരിതായിരുന്നു. അതിന് ആ സ്ഥാനാർത്ഥിയുടെ ഈ BJP തൃശ്ശൂർ നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിരുന്നു. അറിയാലോ, നരേന്ദ്രമോദി അവിടെ വന്ന് തന്നെ നാരി ശക്തി എന്ന് പറഞ്ഞ പരിപാടി നടത്താനാണ്. പിന്നെ ആകെ മൊത്തം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള മനുഷ്യ വോട്ടർമാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടല്ല ഇദ്ദേഹത്തെ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി നൽകുക, മാതാവിനാണ് ഈ കിരീടം വെച്ച് കൊടുത്ത പോലും. അങ്ങനെ ആ തരത്തിൽ അദ്ദേഹം അവിടെ വന്നതിന് ശേഷം ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ ബാക്കി വോട്ടുകൾ, ഈ വോട്ടുകൾ കൊണ്ട് മാത്രം ഈ BJP വോട്ട് അല്ലെങ്കിൽ പ്ലസ് BJPക്ക് കിട്ടാവുന്ന സ്ത്രീ വോട്ട് ഇതുകൊണ്ട് മാത്രം ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി വോട്ടുകളുടെ അവസ്ഥ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതും കൂടെ തീരുമാനിച്ചിട്ട് അതുകൂടെ കണക്കിലെടുത്തിട്ട് മാത്രമേ അവിടുത്തെ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മളുടെ ഈ TN പ്രതാപൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ TN പ്രതാപന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അല്ലെ കിട്ടിയിരുന്ന വോട്ടുകൾ വെച്ചാൽ ഈ ചില പ്രത്യേക ഏരിയകളിൽ നിന്ന് പ്രത്യേക ഡെമോഗ്രാഫിക് സിറ്റുവേഷനിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ, അതുകൊണ്ട് തീരദേശ മേഖല, ഈഴവ വോട്ടുകൾ, ഇത്തരം വോട്ടുകളൊക്കെയും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു അന്ധമായ കണക്ക്, അതുമായൊരു പ്രതീക്ഷ BJPക്കുണ്ട്. എന്നാൽ അത് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ വോട്ട്, ഏത് വോട്ടും സുരേഷ് ഗോപി പിടിക്കുന്ന അല്ലെങ്കിൽ ജനകീയനായ സ്ഥാനാർത്ഥി എന്ന പേരിൽ സുരേഷ് ഗോപി പിടിക്കുന്ന ഈ പിന്നോക്ക വിഭാഗക്കാരുടെ അല്ലെങ്കിൽ കടപ്പുറം ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടക്കമുള്ള ഏത് വോട്ടുകളും സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്ന ഏത് വോട്ടും പിടിക്കാൻ സാമർത്ഥ്യവും ഏത് വോട്ടും പിടിക്കാൻ കഴിവുമുള്ള ആൾ തന്നെയാണ് സുനിൽകുമാർ. അതുകൊണ്ട് അവിടെ മത്സരം സുനിൽകുമാറും ആയിട്ട് തന്നെയാണ് വളരെ പ്രധാനമായിട്ട് നടക്കുന്നത്. പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, ഈ തെക്കുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് LDFന്റെ അവസാനത്തെ സാധ്യതാ സീറ്റാണത് എന്നുകൂടെ ഞാൻ പറയാം. അല്ല, വിഷ്ണു, നിങ്ങളുടെ കോൺക്രീറ്റ് ആയ ഒരു കണക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എത്ര വോട്ടിന് നിങ്ങൾ അവിടെ വിജയിക്കാൻ പോകുന്നതിനെ കുറിച്ച്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചരണം നയിച്ചൊരു മണ്ഡലമാണ്. ഇവിടെ വിജയത്തിൽ വലിയ പങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ഇത് വലിയൊരു വിജയതിലകമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശ്ശൂരിലൂടെ നേടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ TN പ്രതാപൻ ഏതാണ്ട് 1,00,000 വോട്ടിനെടുത്ത്, അതായത് 90,000 വോട്ടിന് ജയിച്ചിടത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയാണ് K മുരളീധരനെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. കാരണം സുരേഷ് ഗോപി വന്നതോടുകൂടി ചിത്രത്തിൻ്റെ അന്തരീക്ഷം, മത്സരത്തിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായി മാറിപ്പോയി. അതുകൊണ്ടാണ് TN പ്രതാപിനെ സൈഡ് ലൈൻ ചെയ്തിട്ട് K മുരളീധരനെ പെട്ടെന്ന് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ K മുരളീധരനും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കാൾ 17% വോട്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ 2014 19 വർദ്ധിപ്പിച്ചത് എന്നുള്ള കാര്യം കേരളത്തിൽ ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി പറ്റുന്ന സാഹചര്യം അവരവർക്ക് ഓരോ മുന്നണിക്കും ഇറക്കാൻ പറ്റുന്ന അവരുടെ കാഴ്ചയിൽ മികച്ചതെന്ന് തോന്നുന്നവരെ അവർ മത്സരത്തിലേക്ക് ഇറക്കി. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങളെയും അവസാനിപ്പിച്ച് ക്രോസ് വോട്ടുകളെയൊക്കെ തകർപ്പണമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ BJP ഏറ്റവും അധികം ഭൂരിപക്ഷം ജയിക്കാൻ പോകുന്ന മണ്ഡലം അതാണ് എന്നാണ്. അല്ല, ശ്രീ അനിൽ അക്കര, താങ്കളുടെ ജില്ല കൂടിയാണ്. അവിടെ നോക്കൂ, K മുരളീധരൻ പറഞ്ഞത് 2ാം സ്ഥാനത്ത് സുരേഷ് ഗോപി വന്ന അതിന്റെ ഉത്തരവാദിത്വം CPM-നായിരിക്കുന്നു. വെച്ചാൽ സുരേഷ് ഗോപി ഒരു ബെറ്റർ പെർഫോമർ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല K മുരളീധരൻ. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അവിടെ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളല്ല, തോൽക്കാൻ മത്സരിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും ഉണ്ടോ ഈ ക്ലാരിറ്റി പ്രശ്നം, ശ്രീ അനിൽ അക്കര? അല്ല, ഈ ചർച്ചയിലെ ഏറ്റവും രസകരവും തമാശയുമായി തോന്നിയതാണ്. ഞാൻ ആ തൃശ്ശൂർ പറഞ്ഞല്ലോ, തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന പ്രവർത്തകനാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ തൃശ്ശൂർ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്.
സുരേഷ് ഗോപി 3.25 ലക്ഷത്തിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ പിടിക്കില്ല. അത് അനിലക്കര എന്ന് പറയുന്ന കോൺഗ്രസിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉറപ്പാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. 3,25,000 കൂടുതൽ ഒരു വോട്ട് പിടിക്കില്ല. ഞാൻ ആ നിയമനത്തിലെ 14 ദിവസം തുടർച്ചയായി ശ്രീ TN പ്രതാപന്റെ കൂടെ ആ പദയാത്രയിൽ പങ്കെടുത്തതിന് നേതൃത്വം കൊടുക്കാൻ കോർഡിനേഷനായ ചുമതലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ഒരാളാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ ചർച്ച കഴിഞ്ഞ് നാളെ വൈകുന്നേരം ഞാൻ പറഞ്ഞ കണക്ക് എഴുതി വെച്ചോളൂ. സുരേഷ് ഗോപി അല്ല, പിടിക്കില്ലെന്ന് ചർച്ചയാണല്ലോ. നിങ്ങൾ എഴുതി വെച്ചോ, നാളെ നമുക്ക് വീണ്ടും കാണാലോ. 3,25,000 ഒരു വോട്ട് കൂടുതൽ സുരേഷ് ഗോപി പിടിക്കില്ല. അവിടെ സുനിൽ കുമാറിന് കിട്ടാൻ പോകുന്നത് 3,60,000 വോട്ടാണ്. അവിടെ UDF സ്ഥാനാർത്ഥി കിട്ടാൻ പോകുന്നത് 4 ലക്ഷവും 4,20,000 ഇടയിലുള്ള വോട്ടാണ് അവിടെ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തർക്കവും ഈ കാര്യത്തിലില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മോഡിയുടെ ഗ്യാരണ്ടി അല്ല, എൻ്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 വർഷമായും എൻ്റെ 51 വർഷത്തെ ഞാൻ ജനിച്ച് എനിക്ക് 51 വർഷമായി. അതിനകത്ത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലെ 40 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാൻ ഒരു കാരണവശാലും സുരേഷ് ഗോപിക്ക് 2ാം സ്ഥാനം പോലും കിട്ടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല അവിടെയുള്ളത്. ഞാൻ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ സമയവും അതിനകത്തില്ല. വളരെ ഷാർപ്പായിട്ടുള്ള വളരെ അങ്ങേറ്റം ആത്മവിശ്വാസമുള്ള കണക്ക് അദ്ദേഹം പറയാണ്. എം പ്രകാശൻ അങ്ങനെ തിരിച്ചു പറയാൻ നിങ്ങൾക്ക് കണക്കുണ്ടോ? ഇതില് ഈ രാഷ്ട്രീയ കേരളത്തിന് ഒരു പൊളിറ്റിക്കൽ ലീഡറെ സംബന്ധിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എത്രമാത്രം ഗൗരവമായ നിലക്കാണ് സുരേഷ് ഗോപിയിലൂടെ വെല്ലുവിളിക്കപ്പെട്ടത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണല്ലോ. ഇവിടെ നേരത്തെ ശ്രീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ട് ഇതുപോലെ ഒരു വ്യക്തിത്വത്തെ എങ്ങനെയാണ് തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ സ്വീകരിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ സുനിൽകുമാർ അവിടെ മന്ത്രി എന്നുള്ളതിലേക്ക് മാത്രമല്ല, ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഏറ്റവും ഏറെ ബന്ധമുള്ള ഒരാളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് മത്സരിക്കാൻ വേണ്ടിയല്ല, ആ മണ്ഡലം പിടിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അനിൽ അക്കേരിയുടെ കണക്കുകൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരുമ്പോൾ തെറ്റും. അവിടെ സുനിൽകുമാർ ജയിക്കാൻ വേണ്ടി പോവാൻ. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു കാരണവശാലും BJPയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ പിന്നെ വിജയിക്കാനോ 2ാം സ്ഥാനത്തേക്ക് വരാനോ സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും രാഷ്ട്രീയ കേരളത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ആ പരാജയം ആർക്കുള്ള പരാജയമാണ് എന്നുള്ളത് പ്രശ്നമാണ്. അത് മറ്റാർക്കുള്ളതല്ല, മോഡിക്കുള്ള പരാജയമാണ്. പരാജയപ്പെടുന്നത് സുരേഷ് ഗോപിയല്ല, മോദിയാണ് എന്നുള്ളത് കേരളീയർക്കാകെ. അതുകൂടി താങ്കൾ എടുത്ത് പറയാം. എനിക്ക് ഒരു വടകര പോലൊരു മണ്ഡലം കൂടി നമുക്ക് വേഗം നോക്കാനുണ്ട്. അതിലേക്കൊന്ന് വേഗം വരാൻ വളരെ പരിമിതമായ സമയമുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ് നമ്മൾ. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പോരാട്ടം നടന്ന, ഏറ്റവും ഒരുപക്ഷെ പ്രവചനാതീതമായ സാഹചര്യം നിലനിൽക്കുന്നതൊക്കെ പറയാവുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. നമ്മൾ അവസാനം പരിശോധിക്കുന്നത് വടകരയാണ്. ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടന്ന മണ്ഡലം. ഷാഫി പറമ്പിലും ഒപ്പം LDF സ്ഥാനാർത്ഥി KK ശൈലജയും തമ്മിലുള്ള പോരാട്ടം നടന്ന ഒരു എക്സിറ്റ് പോളാണ് കേരളത്തിലൊരു ചാനലിലാണ് പുറത്തു വന്നതിൽ ശൈലജ ടീച്ചർ ഒരു നേരിയ മാർജിനിൽ വിജയിച്ച് കടക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിൽ UDF ഭയങ്കരമായ ആരവം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് വടകരയിൽ കണ്ടത്. പല വിഷയങ്ങളാൽ അത് സമൃദ്ധവും വിവാദഭരിതവുമായിരുന്നു എന്നും അറിയാം. അപ്പോൾ വടകര 2 മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എന്ത് റിസൾട്ട് ഉണ്ടായാലും അതിന് പലതരത്തിലുള്ള എന്താ പറയുന്നത് പ്രതിഫലനങ്ങളുടെ അനുരണനങ്ങളുടെ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വടകരയിൽ നിന്ന് വരാൻ പോകുന്നത്. K മുരളീധരനായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MP. അദ്ദേഹം പക്ഷേ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറി. അപ്പോഴാണ് ഷാഫി പറമ്പിൽ ഓപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കണക്ക് നമ്മൾ കണ്ടു 2019. വടകരയുടെ കാര്യത്തിൽ 2 മുന്നണികൾക്കും നല്ല പ്രതീക്ഷയാണ്. UDF ഒക്കെ ഭയങ്കരമായ പ്രതീക്ഷ വെച്ച് പുറത്തുന്നു. ശ്രീ വിനോദ് കൃഷ്ണ, എന്താണ് വടകരയുടെ ഒരു അവസാനത്തെ ഒരു പൾസ് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ടീച്ചർ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. വളരെ പോപ്പുലറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയ മറ്റ് കാൻഡിഡേറ്റ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ലീഡേഴ്സ് ഒരാളാണ് ടീച്ചർ. പക്ഷേ ഷാഫിയുടെ വരമ്പോട് കൂടിയിട്ട് ഇതിന് ചെറിയൊരു ടിൽറ്റ് വരുന്നുണ്ട്. പെട്ടെന്നൊരു തരം അദ്ദേഹത്തെ അനുകൂലമായിട്ട്, അത് യങ് ആണ്, വളരെ ഈസി ആയിട്ട് ആൾക്കാരെ ആക്സസ് ചെയ്യാൻ പറ്റിയ പക്ഷേ പെട്ടെന്നൊരു തരം UDF അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും പിന്നെ അദ്ദേഹത്തിനെതിരായി വന്ന പല ആരോപണങ്ങളും, പ്രത്യേകിച്ച് ചില വീഡിയോ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ചില കമ്മ്യൂണൽ പോളറൈസേഷൻ സാധനങ്ങളൊക്കെ തന്നെ ആരോപണം, അതൊക്കെ ബാക്ക് ഫയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്തത് ഷാഫിയെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.
സാറിന് അതിന് ടേക്കുണ്ടോ? ഞാൻ വടകരയിൽ പോയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിയത് പാനൂർ സ്ഫോടന തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ 2 സ്ഥാനാർത്ഥികളെയും കണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വളരെ ഒരു ഉത്സാഹം തോന്നിയ പ്രചരണമാണ് ടീച്ചറിൻ്റെയും ഷാഫിയുടെയും പ്രചരണവും പ്രസംഗങ്ങളും എല്ലാം. പക്ഷേ ഈ പാനൂർ സ്ഫോടനം പിറ്റേ ദിവസം അതിരാവിലെ നടന്നതിന് ശേഷം ആ കാകെ കൂടെ അതിൻ്റെ ക്യാരക്ടർ മാറി. പിന്നീട് ഞാൻ വടകര ഇല്ലായിരുന്നു, പക്ഷേ പിന്നീട് വായിച്ചറിഞ്ഞ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ആര് പരാജയപ്പെട്ടാലും അതൊരു നഷ്ടം, കേരള രാഷ്ട്രീയത്തിന് നഷ്ടം തന്നെയാണ്. അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ വടകരയിലും ശ്രദ്ധിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ BJPക്ക് എതിരായില്ല. അവിടെ ലെഫ്റ്റും ഇടതുപക്ഷവും കോൺഗ്രസും നമ്മുടെ ചരിത്രപരമായ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് ദേശീയ അവസാനം അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. ആ സമയത്ത് മറ്റെല്ലായിടത്തും ഒരുമിച്ച് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സരം ഇവർ തമ്മിലാണെന്നുള്ളൊരു നിരാശ. അതൊരു വല്ല ആര് പരാജയപ്പെട്ടാലും എനിക്കൊരു നിരാശ തന്നെയാണ്. ഓക്കെ, നാസറിട്ടേക്കുന്നതാണ്. അത് എൻ്റെ വല്യമ്മ പറയുന്നൊരു സംഗതി എനിക്ക് ഓർമ്മ വരുന്നത്. വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മക്കളെ ഈ നെയ്യ് ഏറിയാലും അപ്പം കേടുവരും എന്ന്. അങ്ങനെ CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച്, പിന്നെ പൊതുവെയും CPM-നെ സംബന്ധിച്ച് വിശേഷിച്ചും നെയ്യ് ഏറിയത് കൊണ്ട് കേടുവരാൻ പോകുന്ന അപ്പമാണ് ഈ വടകര മണ്ഡലം. അവർക്ക് വേണ്ടാത്ത സംഭവങ്ങൾ മുഴുവൻ അവരവിടെ ചെയ്ത് അത്രയൊന്നും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒടുവിലത്തെ യുദ്ധമായി നിലയെടുത്തു നിൽക്കുവിൻ എന്നുള്ള മട്ടത്തിൽ പിന്നെ എന്ത് ചെയ്തിട്ടും തോൽപ്പിച്ച് കളയുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓവറാക്കിയിട്ട് തോൽക്കാൻ പോകുന്നൊരു മണ്ഡലമാണ് LDF-നെ സംബന്ധിച്ചിട്ട് വടകര എന്ന് എനിക്ക് തോന്നുന്നു. പിന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഈ ഇവിടെ ഇപ്പം നമ്മൾ പരാമർശിച്ച 2 കാര്യങ്ങളും വന്നത്, ഇപ്പം ബോംബ് സ്ഫോടനം എന്നുള്ള സാധനം വന്നത് അത് പുറത്തുനിന്നല്ല, പിന്നെ CPM-ൻ്റെ അകത്തുനിന്ന് തന്നെ, CPM പാർട്ടി കേന്ദ്രത്തിൽ നിന്നാണ്, CPM-ൻ്റെ അകത്തിൽ നിന്ന് തന്നെ ആ സമയത്ത് തന്നെ ശൈലജ ടീച്ചറെ പോലെ ഒരാൾ അവിടെ പോയിട്ട് ഇത്രയും ഒരു ക്രൂഷ്യലായിട്ട് മത്സരം നടക്കുമ്പോൾ തന്നെ അവിടെ ഇത് പൊട്ടിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. പുറത്തുള്ളവർ ആർക്കും അല്ല എന്ന് ഓർക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റേ ബോംബിൻ്റെ കാര്യം, മറ്റേ കാഫിർ ബോംബും, അതും വന്ന് അവസാനം വന്നപ്പം ആ ബോംബിനെ കുറിച്ചുള്ള അന്വേഷണം വരുന്നത് എത്തിപ്പോകുന്നത് അവസാനം പാർട്ടിക്കകത്താണ്. ഇപ്പം RMPയുടെ യോജനബോധം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു അത് CPM-ൻ്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ നിന്നാണ് അതുണ്ടാവുന്നത് എന്ന്. അങ്ങനെ ആ തരത്തിൽ ടീച്ചർക്കെതിരെയുള്ള ആയുധങ്ങൾ മുഴുവൻ ടീച്ചറുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നവും അവിടെയുണ്ട്. അതുകൊണ്ട് ഈ പിന്നെ അത്ര പ്രതീക്ഷിച്ച പോലെ വിജയിക്കാൻ പോകുന്നൊരു മണ്ഡലം അല്ല LDF ഇത്തവണ. ഇപ്പം ജയരാജൻ തോറ്റ മണ്ഡലത്തിൽ ശൈല ടീച്ചറും കൂടെ തോറ്റു എന്ന് പറയുക അല്ലാതെ. അല്ല, ശ്രീ M. പ്രകാശൻ, ഇതൊക്കെ ഉള്ളപ്പോൾ 25,000 വോട്ടിന് ജയിക്കാൻ പോകുന്നത് പാർട്ടി കണക്കുണ്ടെന്നാണ് കേട്ടത്. ഇപ്പോഴും നിങ്ങൾ ആ 25,000-നും അതിന് മുകളിലും ആയിട്ട് എന്തായാലും ടീച്ചർ ജയിച്ചു കളയും എന്ന കോൺഫിഡൻസിലുണ്ടോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിൽ അനായാസേന ജയിക്കുമെന്ന് കണക്കാക്കിയുള്ള സ്ഥാനാർത്ഥിയാണ് ശൈല ടീച്ചർ. ആ ഒരു ധാരണയോടുകൂടിയാണ് ഷാഫി അവിടെ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്ര ജുഗുപ്സാവഹമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടന്ന മറ്റൊരു മണ്ഡലം ഏതാണുള്ളത്? ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഇത്രയേറെ തരം താഴാൻ വേണ്ടി കഴിയുമെന്ന് തെളിയിച്ച ഒരു മണ്ഡലമല്ലേ വടകര. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ അവർക്കെതിരായിട്ട് എത്രയെത്ര അധിക്ഷേപവും അശ്ലീലപരമായിട്ടുള്ള പരാമർശങ്ങളാണ് അവർ നടത്തിയത്. അതോടൊപ്പം തന്നെ വർഗീയക്കാർക്ക് ഇതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പുറത്തിറക്കിയ വേറെ മണ്ഡലമേലുള്ളത്. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ പാകത്തിൽ കാര്യങ്ങൾ കൃത്യമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കലാപ്പുണ്ടാക്കാൻ വലിയ നിലക്കെല്ലാം നമ്മൾ ശ്രമം നടത്താൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിലും വടകര ഒരു കാരണവശാലും പരാജയപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ശൈലജ ടീച്ചർക്ക് മെച്ചപ്പെട്ട നിലക്ക് തന്നെ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയും. കാരണം ശൈലജ ടീച്ചർ അറിയാത്തവരല്ലോ വടകര മണ്ഡലത്തിലെ ആളുകൾ. നിങ്ങൾ ഇത്ര വലിയ ആവേശമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇടതുപക്ഷം അവരുടെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ വടകരയെ കൂട്ടിയിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ 3 തവണ തുടർച്ചയായി പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര എന്നുള്ളത്. പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ P. ജയരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട സ്ഥലമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിയെടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗത്ത് അവിടെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? TP ചന്ദ്രശേഖരൻ എന്ന അനശ്വരനായ ധീര രക്തസാക്ഷി ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വടകരയിൽ നിന്നും ഇന്ന് MLA ആയി നിയമസഭയിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ സംഭവിച്ചെന്തൊക്കെയാണ്? ഇത്രയും മോശമായ അവിടെ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. ബോംബുണ്ടാക്കുന്നതിനിടയിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർ മരിക്കുകയും അതിനുശേഷം തങ്ങളുണ്ടാക്കിയ ബോംബ് പൊട്ടി ഭരിച്ച ആളുകളുടെ പേരിൽ അവരുടെ പേരിൽ രക്തസാക്ഷിത്വം ഉണ്ടാക്കി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്ന രാഷ്ട്രീയം
CPM അല്ലാതെ ഇത് മറ്റാൾക്കും പറയാൻ കഴിയില്ല. പിന്നെ ഷാഫിയെ കുറിച്ച് ഇവർക്ക് ഭയമാണ്. ഒരു തർക്കമോ കാര്യത്തിലില്ല. പാലക്കാട് ഷാഫി പരാജയപ്പെടുത്തിയ ആരെയാണ്? BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മെട്രോമാനെ പരാജയപ്പെടുത്തി വരുന്ന ഷാഫിയെ, ആ ഷാഫിയെ പിന്നെ നാളുകളിലെ രാഷ്ട്രീയം ഇന്നത്തെ ഷാഫിയുടെ വ്യക്തിപരമായ പ്രഭാവം തന്നെ ആ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിവാദങ്ങളും CPM-നെ തോപ്പിക്കും എന്നാണ്. വിഷ്ണു വടകരയുടെ കാര്യത്തിൽ കമന്റ് ഉണ്ടോ? അല്ല, വടകരയാണ് കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലായിരുന്ന ഏറ്റവും ഹീനമായ പ്രചരണം ഇരു മുന്നണികളും നടത്തിയത്. നരേന്ദ്രമോദിയുടേത് വർഗീയ പ്രചരണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ചർച്ച ചെയ്യുകയും പറയുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നവർ എത്ര മലീനസമായിട്ടാണ് മതം പറഞ്ഞുകൊണ്ട് വടകരയിൽ വോട്ട് ചോദിച്ചത്. അതിൽ CPM-നും കോൺഗ്രസിനും തുല്യ പങ്കാണുള്ളത്. തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ മാറ്റണമെങ്കിൽ എത്ര ഹീനമായ പ്രചരണവും വേണ്ടി വന്നാൽ ഞങ്ങൾ നടത്തും എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വടകരയിൽ നടത്തിയത്. പൊട്ടിയ സ്റ്റീൽ ബോംബിനേക്കാൾ വലിയ ബോംബുകൾ CPM നിർമ്മിക്കുകയും ചെയ്തു. അതെല്ലാം CPM-ന്റെ മടിയിലിരുന്ന് തന്നെ പൊട്ടുകയും ചെയ്ത രാഷ്ട്രീയ സംഭവങ്ങൾ തന്നെയാണ് വടകരയിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വടകരയിൽ ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയപരമായ വോട്ട് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ശരി 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 എന്തായാലും ഇനിയിപ്പോൾ അവകാശവാദങ്ങളുടെ ഒക്കെ സമയം അവസാനിക്കുകയാണ്. നാളെ പുലരുമ്പോൾ ഇന്ത്യയുടെ വിധി എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. താങ്ക് യു ശ്രീ അനിൽ അക്കര, ഒപ്പം തന്നെ ശ്രീ BG വിഷ്ണു, ശ്രീ M പ്രകാശൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിന്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.